السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഇവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ പിന്തുടരാനും ബാത്തിലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം ഇവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. ഉസൂലുൽ ഈമാനുമായി ബന്ധപ്പെട്ട ഈമാനിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ, അതിൻ്റെ റുക്നുകളാണ് ഈ ദൗറയിൽ നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും അത് പഠിക്കേണ്ട അനിവാര്യതയെ സംബന്ധിച്ചുമെല്ലാം കഴിഞ്ഞ ദർസുകളിൽ സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ സമയത്ത് അൽ ഈമാൻ ബിർ റുസുൽ എന്നതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് ഇൻഷാ അല്ലാഹ് സംസാരിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള മത്തിന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഉസൈമീൻ റഹിമഹുള്ളയുടെ ഷർഹ് ഉസൂലിൽ ഈമാൻ എന്ന ഗ്രന്ഥത്തിൽ നിന്ന് എടുത്ത ഭാഗമാണ്. അതിൽ അൽ ഈമാൻ ബിർ റുസുൽ എന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വായിച്ചതിന് ശേഷം അതിൻ്റെ ചില വിശദീകരണങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പരിശോധിക്കാം. ഒന്നാമതായി, അൽ ഈമാനു ബിർ റുസുലി യതദമ്മനു അർബഅത ഉമൂരി. മുർസലീങ്ങളിലുള്ള വിശ്വാസം 4 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. പ്രധാനമായും 4 കാര്യങ്ങളാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. അൽ അവ്വലു അൽ ഈമാനു ബിഅന്ന റിസാലതഹും ഹഖ്ഖുൻ മിനല്ലാഹ്. ഒന്നാമത്തെ കാര്യം, അമ്പിയാക്കന്മാരുടെ മുർസലീങ്ങളുടെ റിസാലത്ത് അത് അള്ളാഹുവിങ്കിൽ നിന്ന് യാഥാർത്ഥ്യമായി അള്ളാഹു അയച്ചിരിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ ദൗത്യമാണത്. അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്നതാണ് അവരുടെ റിസാലത്ത്. ഫമൻ കഫറ ബി റിസാലത്തി വാഹിദിൻ മിൻഹും ഫഖദ് കഫറ ബിൽ ജമീഅ. ആരെങ്കിലും ഒരാൾ മുർസലീങ്ങളുടെ ഏതെങ്കിലും ഒരാളുടെ റിസാലത്തിനെ നിഷേധിച്ചു, എന്നാൽ മുഴുവൻ മുർസലീങ്ങളെയും അവൻ എന്ത് ചെയ്തിരിക്കുന്നു? നിഷേധിച്ചിരിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ അംബിയ മുർസലീങ്ങളുടെ അവരുടെ റിസാലത്ത്, അവരുടെ നുബുവത്ത്, ഇത് അള്ളാഹുവിങ്കിൽ നിന്ന് സത്യസന്ധമായി അള്ളാഹു നിയോഗിച്ചിരിക്കുന്നതാണ് അവരെ എന്ന് മനസ്സിലാക്കലും വിശ്വസിക്കലും അനിവാര്യമാണ്. ഏതെങ്കിലും ചില നബിമാരിൽ വിശ്വസിക്കുന്നു, മുർസലീങ്ങളിൽ വിശ്വസിക്കുന്നു, വേറെ ചിലരിൽ വിശ്വസിക്കുന്നില്ല. ചില മുർസലീങ്ങളെ കുഫർ ചെയ്യുന്നു. എന്നാൽ അതിൻ്റെ അർത്ഥം മുഴുവൻ മുർസലീങ്ങളെയും അവൻ എന്ത് ചെയ്തിരിക്കുന്നു? നിഷേധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, അൽ ഈമാനു ബിമൻ അലിംന ഇസ്മഹു മിൻഹു ബിസ്മിഹി മിസ്ലു മുഹമ്മദിൻ വ ഇബ്രാഹീമ വ മൂസ വ ഈസ വ നൂഹിൻ അലൈഹിമുസ്സലാത്തു വസ്സലാം.
രണ്ടാമത്തെ കാര്യം, മുർസലീങ്ങളിൽ നിന്ന് ചിലരുടെ പേര് നമുക്കറിയാം. അങ്ങനെ പേര് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്ന മുർസലീങ്ങളുടെ പേര് സഹിതം എന്ത് ചെയ്യുക? അവരിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. മുഹമ്മദ് നബി, ഇബ്രാഹിം, മൂസ, ഈസ, നൂഹ് അലൈഹിം സ്വലാത്തു വസ്സലാം ഇവരെല്ലാം പോലെ. വഅമ്മാ മൻ ലം നഅലം ഇസ്മഹു മിൻഹു, അവരിൽ നിന്ന് നമുക്ക് അവരുടെ പേരറിയില്ലാത്ത ആളുകളുണ്ട്. ഫനുഅ്മിനു ബിഹി ഇജ്മാൽ, മൊത്തത്തിൽ നാം എന്ത് ചെയ്യുന്നു? അവർ വിശ്വസിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്ത കാലങ്ങളിൽ വ്യത്യസ്ത സമൂഹങ്ങളിൽ വ്യത്യസ്ത ഗോത്രങ്ങളിൽ ധാരാളക്കണക്കിന് അമ്പിയാക്കളെ മുർസലീങ്ങളെ നിയോഗിച്ചിട്ടുണ്ട്. അവരിലെല്ലാം മൊത്തത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ പേര് പരാമർശിച്ചിരിക്കുന്നതായ 25ഓളം വരുന്നതായ മുർസലീങ്ങളെ, അമ്പിയാക്കളെ, അവരുടെ പേര് സഹിതം ഞങ്ങൾ എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത് അത്തസ്ദീഖു മാ സഹ്ഹ അൻഹും മിൻ അഖ്ബാരിഹിം, അവരുടെ ഖബറുകളിൽ നിന്ന്, അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് സ്വഹീഹായി രേഖപ്പെടുത്തപ്പെട്ടതിനെ സത്യപ്പെടുത്തുക എന്നുള്ളതാണ്. എന്താണോ അവരിൽ നിന്ന് അവരെ സംബന്ധിച്ച് പറയപ്പെട്ടിരിക്കുന്ന സ്വഹീഹായി ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ, അതിനെ അങ്ങനെ തന്നെ സത്യപ്പെടുത്തുന്നു എന്നുള്ളതാണ്. നാലാമത്തേത് അൽ അമലു ബി ശരീഅത്തി മൻ ഉർസില ഇലൈന മിൻഹു, അവരിൽ നിന്ന് നമ്മിലേക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന റസൂലിൻ്റെ ശരീഅത്ത് അനുസരിച്ച്, നിയമമനുസരിച്ച് നാം എന്ത് ചെയ്യുന്നു? ജീവിതം ക്രമപ്പെടുത്തുന്നു, ജീവിക്കുക എന്നുള്ളതാണ്. വഹുവ ഖാതമഹും മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുർസലു ഇലാ ജമീഇൻ നാസ്, ആരാണ് നമ്മിലേക്ക് നിയോഗിക്കപ്പെട്ടത്? അത് അവരിൽ ഒടുവിലായി നിയോഗിക്കപ്പെട്ട ഖാതമായ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അൽ മുർസലു ഇലാ ജമീഇൻ നാസ്, മുഴുവൻ ജനങ്ങളിലേക്കും നിയോഗിക്കപ്പെട്ടവനുമാണ് ആര്? മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട 4 കാര്യങ്ങൾ. ഇനി ഈ വിഷയത്തിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ റഹിമഹുള്ള തന്നെ രചിച്ച അഖീദത്തു അഹ്ലുസുന്നത്തി വൽ ജമാഅ, അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ അഖീദ എന്ന വളരെ പ്രസിദ്ധമായ, വളരെ ബൃഹത്തായ ഒരു ഗ്രന്ഥമുണ്ട്. അതിൽ ഷെയ്ഖ് അവർകൾ മുർസലീങ്ങളിലുള്ള വിശ്വാസം എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്, അഹ്ലുസുന്നയിൽപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസം എങ്ങനെയായിരിക്കണം, അമ്പിയാക്കളിലുള്ളത് മുർസലീങ്ങളിലുള്ളത് എങ്ങനെയായിരിക്കണം എന്ന് വളരെ സുന്ദരമായി, എന്നാൽ വളരെ ഹ്രസ്വമായി, ലഘുവായി വിവരിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് വായിക്കുന്നത്. ശൈഖ് അവറുകൾ പറയുന്നു, വനുഅ്മിനു ബി അന്ന അല്ലാഹ തആല ബഅസ ഇലൻ നാസി റുസുല. നമ്മൾ ഈ മത്തനിലെ ഒന്നാമത് വായിച്ച കാര്യം തന്നെ, അമ്പിയാക്കന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം വിശ്വസിക്കുന്ന ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളിലേക്ക് മുർസലീങ്ങളെ, ചില മുർസലീങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ട്? നിയോഗിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അഹ്ലുസ് സുന്നയുടെ അഖീദയാണ്. അല്ലാഹു ജനങ്ങളിലേക്ക് എന്ത് ചെയ്തിരിക്കുന്നു? ചില മുർസലീങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. എന്താണ് അതിന് തെളിവ്? പരിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം, മുബശ്ശിരീന വ മുൻദിരീന ലിഅല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജത്തുൻ ബഅദ റുസുലി വകാന അല്ലാഹു അസീസൻ ഹകീമ. അല്ലാഹു മുർസലീങ്ങളെ നിയോഗിച്ചത് എങ്ങനെയാണ്? ഏത് വിധേനയാണ്? അവർ മുബശ്ശിരീങ്ങളായ നിലയിൽ, സന്തോഷവാർത്ത അറിയിക്കുന്നവരായി, സ്വർഗത്തെ സംബന്ധിച്ച് പ്രതിഫലത്തെ സംബന്ധിച്ചെല്ലാം സന്തോഷവാർത്ത അറിയിക്കുന്നവരായി അല്ലാഹു മുർസലീങ്ങളെ നിയോഗിച്ചു. അതേപോലെ നരകത്തെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകുന്നവരുമായിക്കൊണ്ട്. എന്തിനാണ് അല്ലാഹു മുർസലീങ്ങളെ ഈ രീതിയിൽ നിയോഗിച്ചത്? ലിഅല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജ. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പ്രത്യേകിച്ചും ചില കോണുകളിൽ നിന്ന്, ചില മേഖലകളിൽ നിന്ന് വലിയ വലിയ ഫിത്നകൾ ഇക്കാലത്ത് ഉയർന്നു വരുന്നുണ്ട്. അതിനൊരു മറുപടിയും കൂടിയിട്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അല്ലാഹു മുർസലീങ്ങളെ നിയോഗിച്ചത്? ജനങ്ങൾക്ക് അല്ലാഹുവിനെതിരിൽ തെളിവുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു, ഞങ്ങൾക്കിത് പഠിപ്പിച്ചു തരാൻ ഒരു റസൂൽ വന്നിട്ടില്ല, ഞങ്ങൾക്കിത് പഠിപ്പിച്ചു തരാൻ ഒരു നബി വന്നിട്ടില്ല എന്ന് ജനങ്ങൾ പിന്നീട് ന്യായം പറയരുത് അള്ളാഹുവിൻ്റെ മുന്നിൽ. അങ്ങനെ പറയാതിരിക്കാൻ, അവർക്ക് അങ്ങനെ പറയാനൊരു തെളിവില്ലാതിരിക്കാൻ ആണ് അള്ളാഹു എന്ത് ചെയ്തത്? മുർസലീങ്ങളെ അയച്ചത്. ലിഅല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജത്തുൻ ബഅദ റുസുലി വകാന അല്ലാഹു അസീസൻ ഹകീമ. അപ്പോൾ മുർസലീങ്ങൾ നിയോഗിക്കപ്പെട്ടതിന് ശേഷവും ഇനി അങ്ങനെ പറയാനെന്നില്ല. മുർസലീങ്ങൾ അവരിലേക്ക് വന്നു, ഇനി ഞങ്ങൾക്ക് ഈ വിഷയത്തിലൊരു ഉദറില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ മുന്നിൽ ഒരു തെളിവ് സമർപ്പിക്കാൻ അവർക്ക് സാധിക്കാതിരിക്കാൻ
അപ്പോൾ ഞങ്ങളിലേക്ക് മുസ്ലിങ്ങൾ വന്നിരുന്നു, ഞങ്ങൾ പഠിച്ചിരുന്നു, മനസ്സിലാക്കിയിരുന്നു, പക്ഷെ ഞങ്ങൾ ഉൾക്കൊള്ളാൻ സന്നദ്ധരായില്ല. അപ്പോൾ മുസ്ലിങ്ങൾ നിയോഗിക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായി ഇതാണ് അള്ളാഹു പറയുന്നത്. ഇതിനെ വിശദീകരിക്കുന്നിടത്ത് ഇമാം മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹ് തന്നെ പറയുന്നത് കാണാം. വഫീഹ റദ്ദുൻ അലാ മൻ ഖാലു ഇന്നഹു ലാ ഉദ്റ ബിൽ ജഹൽ. ചില ആളുകളുണ്ട്, പ്രത്യേകിച്ചും ചില അഹ്ലു സുന്നയുടെ സഹോദരങ്ങളുടെ ഇടയിൽ വസ്വാസുകൾ ഉണ്ടാക്കാൻ, അവരെ പരസ്പരം തമ്മിലടുപ്പിക്കാൻ, അവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചില കുതന്ത്രങ്ങൾ മെനയുന്ന ആളുകൾ പല ഓരോ കാലത്തും ഉണ്ടാകും. ഓരോരോ ഫിത്തനുകളുമായിട്ട് എന്ത് ചെയ്യും, രംഗത്ത് വരും. ചിലപ്പോൾ വലിയ പ്രാധാന്യമുള്ള സാധാരണക്കാർ വലിയ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കുകയില്ല. പക്ഷെ അങ്ങനെയുള്ള വിഷയങ്ങൾ സമൂഹത്തിലേക്ക് എടുത്തിട്ട് അവരിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതിൽപ്പെട്ട ഒരു വിഷയമാണ് എന്താണ്, അവർ പറയുന്നു ഒരാൾക്ക് അറിവില്ലായ്മ എന്നുള്ളത് ഒരു ഒഴികഴിവല്ല എന്ന് വാദിക്കുന്ന ആളുകൾക്ക് വ്യക്തമായ മറുപടി എവിടെയുണ്ട്? ഈ ആയത്തിലുണ്ട്. കാരണം എന്താണ്? അല്ലാഹു തആല ഇവിടെ മുർസലീങ്ങളെ നിയോഗിക്കാനുള്ള കാരണം പറഞ്ഞത് ലിഅല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജത്തുൻ ബഅദ റുസുൽ. മുർസലീങ്ങളെ നിയോഗിക്കപ്പെട്ടതിന് ശേഷവും അവർക്ക് അള്ളാഹുവിനെതിരിൽ ഒരു ഹുജ്ജത്ത് ഉണ്ടാകാതിരിക്കാനാണ് നിയോഗിച്ചത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഫമഫ്ഹൂമുഹു ലൗല റുസുലു ലകാന ലിന്നാസി അലല്ലാഹി ഹുജ്ജ ലിഅന്നഹും കാനൂ ജാഹിലീൻ. മുർസലീങ്ങൾ നിയോഗിക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ അതവർക്ക് എന്താണ്? അത് അവർക്ക് ഒരു ഹുജ്ജത്തായിരുന്നു, തെളിവായിരുന്നു. മുർസലീങ്ങൾ ഒരു സമൂഹത്തിലേക്ക് വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ എന്തായിരുന്നു? അവർക്ക് അള്ളാഹുവിനോട് പറയാമായിരുന്നു, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ അവരുടെ അടുക്കൽ ഹുജ്ജത്ത് സ്ഥിരപ്പെട്ടിട്ടില്ല, തെളിവുകൾ സമർപ്പിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ന്യായമുണ്ടായിരുന്നു എന്നാണ് എൻ്റെ അർത്ഥം. അപ്പം മുർസലീങ്ങൾ നിയോഗിക്കപ്പെട്ടപ്പോൾ അവർക്ക് ന്യായമില്ലാതെ. അപ്പോൾ ഉദർ ഒരാൾക്ക് ശരിയായ ഇൽമ് ലഭിച്ചിട്ടില്ല എങ്കിൽ അതവർക്ക് എന്താണ്? ഒരു ഒഴികഴിവ് തന്നെയാണ് എന്നുള്ളതിന് തെളിവുണ്ട്. കാരണം അന്നവും കാനൂ ജാഹിലി, അവരാരായിരുന്നു? ജാഹിലീങ്ങളായിരുന്നു എന്നുള്ളതിനാൽ അവർക്ക് ഉദറുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ മഫ്ഹൂം. എന്നിട്ട് ഇമാം അവർ ഒന്നുകൂടി വിശദീകരിച്ച് പറയുകയാണ്, ഫസ്സവാബുല്ലദീ ലാ ശക്ക ഫീഹി, ഒരു സംശയവുമില്ലാത്ത ശരിയായ വീക്ഷണം, വല്ലദീ തദുല്ലു അലൈഹിൽ അദില്ല, അതിൻ്റെ മേലാണ് തെളിവുകൾ അറിയിക്കുന്നത്. അങ്ങനെയുള്ള ശരിയായ വീക്ഷണം, അന്നൽ ഇൻസാന മഅദൂറുൻ ബിൽ ജഹൽ, മനുഷ്യൻ അറിവില്ലായ്മ കൊണ്ട് അവനെ ഉദ്ർ നൽകപ്പെടും, വിട്ടുവീഴ്ച നൽകപ്പെടുമെന്നുള്ളതാണെന്ത്? ശരിയായ വീക്ഷണം. ഫഇൻ കാന യൻതസിബു ലിൽ ഇസ്ലാമി ഫീമാ യഫഅലുഹു, ഒരാൾ ഞാൻ മുസ്ലിമാണെന്ന് പറയുകയാണ്, ഒരാൾ പറയുന്നു ഞാൻ മുസ്ലിമാണ്, അവൻ പല പ്രവർത്തികൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തികൾ പ്രവർത്തിക്കുന്നതിനോടുകൂടെ ഞാൻ മുസ്ലിമാണ് എന്നൊരാൾ വാദിക്കുന്നുണ്ട് എങ്കിൽ ഫഹു മുസ്ലിമുൻ, അവനെന്താണ്? മുസ്ലിമാണ്. വഇൻ ഫഅല മാ യുകഫിറു, കാഫിറായി പോകുന്ന കാര്യങ്ങൾ അവൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ശരി, അവൻ പറയുകയാണ് ഞാൻ മുസ്ലിമാണ് എന്നവൻ വാദിക്കുന്നുണ്ടെങ്കിൽ അവനെന്താണ്? അവൻ മുസ്ലിമാണ്. വഇൻ കാന ലാ യൻതസിബു ലിൽ ഇസ്ലാം, ഇനി ഒരാൾ ഞാൻ മുസ്ലിമാണെന്ന് പറയുന്നില്ല, ഫഹുവ കാഫിറുൻ, അങ്ങനെയാണെങ്കിൽ അവനെന്താണ്? കാഫിറാണ്. ലാകിന്നഹു ഇൻ കാനത്തിൽ ഹുജ്ജത്തു ലം തബ്ലുഹു, പക്ഷേ അവന് ഹുജ്ജത്ത് ലഭിച്ചിട്ടില്ല എങ്കിൽ, അവന് തെളിവുകളൊന്നും ലഭിക്കാത്ത ആളായിരുന്നുവെങ്കിൽ ഫഇന്നൽ ഖൗല റാജിഹ, അവിടെ പ്രബലമായ അഭിപ്രായം ബിഅന്നഹു യുംതഹനു യൗമൽ ഖിയാമത്തി ബിമാ ഷാ അല്ലാഹു അസ്സ വജൽ, അല്ലാഹു ഉദ്ദേശിക്കുന്നത് പ്രകാരം അവരെന്ത് ചെയ്യും? നാളെ ആഖിറത്തിൽ ഒരു പരീക്ഷണത്തിന് വിധേയമാക്കപ്പെടും. സുമ്മ ഇമ്മാ ഇലൽ ജന്ന വ ഇമ്മാ ഇലൻ നാർ, പിന്നെ സ്വർഗ്ഗത്തിലേക്കും നരകത്തിലേക്കും എന്ത് ചെയ്യും? അവരെന്ത് ചെയ്യും? അപ്പോൾ തീരെ റിസാലത്തിന്റെ വെളിച്ചം ലഭിക്കാത്തതായ ആളുകളുണ്ടായേക്കാം. അവർ പറയുന്നില്ല ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്ന്. അങ്ങനെയാണെങ്കിൽ അവർ കാഫിറുകൾ തന്നെയാണ്. അവരുടെ കാര്യം വിധി തീർപ്പാക്കുന്നത് എവിടെയായിരിക്കും? അത് ആഖിറത്തിലായിരിക്കും. അവർക്കൊരു പരീക്ഷണം നൽകപ്പെട്ടേക്കാം, തീരെ റിസാലത്ത് എത്താത്തതായ ആളുകൾക്ക്. എന്നാൽ ഒരാൾ മുസ്ലിമാണെന്ന് വാദിക്കുന്നുണ്ട്, അവർ വേറെ ചില പണികൾ ചെയ്യുന്നുണ്ട്, കുഫർ ആരോപിക്കപ്പെടുന്ന പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എങ്കിൽ അവനെന്ത് തന്നെയാണ്? മുസ്ലിമാണ്. അവർക്ക് ശരിയായ രീതിയിൽ തെളിവുകൾ സമർപ്പിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അവർ മുസ്ലിം തന്നെയാണ് എന്നുള്ളതാണ് ശരിയായ വീക്ഷണം എന്ന് ഇമാം അവർകൾ ഈ വിഷയത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, വനുഅ്മിനു ബിഅന്ന അവ്വലഹും നൂഹുൻ അലൈഹിസ്സലാം, അമ്പിയാക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നാം വിശ്വസിക്കുന്നത് അവരിൽ ആദ്യത്തെയാൾ, അതായത് മുർസലീങ്ങളിൽ ഒന്നാമത്തെയാൾ നൂഹ് അലൈഹിസ്സലാമാണ്. വആഖിറഹും മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവസാനത്തെ നിയോഗിക്കപ്പെട്ട റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുമാണ് എന്നുള്ളതാണ്.
കാരണം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഇന്ന ഔഹൈനാ ഇലൈക കമാ ഔഹൈനാ ഇലാ നൂഹിൻ വന്നബിയ്യീന മിൻ ബഅദി. നബിയെ, താങ്കൾക്ക് നാം വഹി നൽകി. കമാ ഔഹൈനാ ഇലാ നൂഹിൻ വന്നബിയ്യീന മിൻ ബഅദി. നൂഹ് അലൈഹിസ്സലാമിന് നാം വഹി നൽകിയതുപോലെ പിന്നീട് ശേഷം വന്നിരിക്കുന്നതായ മുർസലീങ്ങൾക്കും. അപ്പോൾ ആദ്യമായി റിസാലത്ത് നൽകിയത് ആർക്കാണ്? നൂഹ് അലൈഹിസ്സലാമിനാണ് എന്ന് ഈ ആയത്തിൽ നിന്ന് വ്യക്തമാണ്. എന്നാൽ ഒടുവിലത്തെ റസൂൽ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതിനുള്ള തെളിവ് മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും വലാകിൻ റസൂലുള്ളാഹി വഖാതമൻ നബിയ്യീൻ. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളിലുള്ള ഒരു പുരുഷന്റെയും പിതാവായിട്ടുള്ളവനല്ല, എന്നാൽ അള്ളാഹുവിൻ്റെ റസൂലും അവസാനത്തെ ഒടുവിലത്തെ നബിയുമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ റസൂൽ ആരാണെന്ന് ചോദിച്ചാൽ നൂഹ് അലൈഹിസ്സലാമാണ്. ഒടുവിലത്തെ റസൂൽ, ഒടുവിലത്തെ നബിയ് മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമാണ്. ഇതിന് സുന്നത്തിൽ നിന്നും തെളിവ് കാണാൻ സാധിക്കും. ഇമാം ബുഖാരിയും മുസ്ലിമുമെല്ലാം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഖിയാമത്ത് നാളിൽ ഷഫാഅത്തുമായി ബന്ധപ്പെട്ട ഹദീസ് വിവരിക്കുന്നിടത്ത് ജനങ്ങൾ നൂഹ് അലൈഹിസ്സലാമിനെ ആദ്യം സമീപിക്കും. എന്നിട്ട് നൂഹ് അലൈഹിസ്സലാമിനോട് അള്ളാഹു അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന നിഅമത്തുകൾ എങ്ങനെ എണ്ണി പറയും, ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയാൻ സമീപിക്കുകയാണ്. അങ്ങനെ സമീപിക്കുമ്പോൾ അവർ നൂഹ് അലൈഹിസ്സലാം നൽകപ്പെട്ട അനുഗ്രഹങ്ങളിൽ ഒന്നായി പറയുന്നത് അന്നഹു അവ്വലു റസൂലിൻ അർസലഹു അല്ലാഹു ഇലാ അഹ്ലിൽ അർദ്. ഭൂമിയിലേക്ക്, ഭൂലോകത്തുള്ള ആളുകളിലേക്ക് അള്ളാഹു നിയോഗിച്ചിരിക്കുന്ന ഒന്നാമത്തെ റസൂലാണല്ലോ താങ്കൾ എന്ന് ചെയ്യുന്നുണ്ട് അവർ പറയുന്നതായിട്ട് ഇമാം ബുഖാരിയും മുസ്ലിമുമെല്ലാം ഉദ്ധരിച്ച ഹദീസിൽ കാണാം. അപ്പോൾ ഈ ഹദീസിൽ വളരെ വ്യക്തമായിക്കൊണ്ട് ഒന്നാമത്തെ റസൂൽ ആരാണ്? നൂഹ് അലൈഹിസ്സലാമാണ് എന്ന് പരാമർശിക്കപ്പെടുന്നുണ്ട്. ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്ത് ഒടുവിലത്തെ റിസാലത്താണ് എന്നുള്ളതിനാൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നിരിക്കുന്ന ശരീഅത്ത് അത് ഏത് കാലത്തിനും ഏത് സ്ഥലത്തിനും അനുയോജ്യമാണ് എന്ന് മനസ്സിലാക്കൽ അനിവാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഏതൊരുവൻ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നിരിക്കുന്ന ശരീഅത്തിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്നുവോ, അത് ഏത് നാട്ടിലാണെങ്കിലും ഏത് കാലത്താണെങ്കിലും അവന് ആ കാലം അനുകൂലമായി മാറുമെന്നുള്ളതാണ്. അവന് പ്രയാസങ്ങൾ മാറി അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെന്ത് ചെയ്യും? സമാധാനം അത് മുഖേന ഏകും എന്നുള്ളതാണ്. എല്ലാ സമയത്തേക്കും എന്താണ് അത് അനുയോജ്യമായ രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം, അൻഅഫ്ളലഹും മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരിൽ ഏറ്റവും ശ്രേഷ്ഠരായ നബി റസൂൽ ആരാണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇതാണ് മറ്റൊരു കാര്യം. അതിനുശേഷം സുമ്മ ഇബ്രാഹിം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം പിന്നീട് ആരാണ് മുർസലീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠർ? ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. അവർ രണ്ടുപേരും ഖലീലുമാരാണ്, അള്ളാഹുവിൻ്റെ ഖലീലുമാരെന്ന് വിശേഷിപ്പിക്കപ്പെട്ടവരാണ് മുഹമ്മദ് നബിയും ഇബ്രാഹിം അലൈഹിസ്സലാമും. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഖലീലുല്ലാഹി ഇബ്രാഹിം എന്നും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹബീബുല്ലാഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും വിശേഷിപ്പിക്കൽ അനുയോജ്യമായ കാര്യമല്ല. കാരണം ഹബീബ് എന്നുള്ളതിനേക്കാൾ ഉന്നതമായ മർത്തബയാണെന്ത്? ഖലീൽ എന്നുള്ളത്. ഒരാൾക്ക് ഒരാളുടെ ഖലീൽ മാത്രമേ ആകാൻ സാധിക്കുന്നുള്ളൂ. സ്നേഹത്തിൻ്റെ മർത്തബകൾ വിശദീകരിക്കുന്നിടത്ത് ഏറ്റവും ഉന്നതമായ മർത്തബയാണ് എന്ത്? ഖുല്ലത്ത് എന്നുള്ളത്. ഖലീലിൻ്റെ സ്ഥാനം ഏറ്റവും ഉന്നതമാണ്. ഒരാൾക്ക് വേറൊരാൾ ഖലീലായിട്ടുണ്ടെങ്കിൽ ആ ഖലീൽ എന്നുള്ള നിലയിൽ അവൻ്റെ ഹൃദയത്തിൽ നിന്നുണ്ടാവില്ല, വേറൊരാൾ പ്രവേശിക്കുകയില്ല. അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാമും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും എന്താണ്? ഖലീലുമാരാണ്. മുഹമ്മദ് നബിയാണെങ്കിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിനേക്കാൾ ശ്രേഷ്ഠത നിറഞ്ഞ നബിയാണ്. അതുകൊണ്ട് ഇബ്രാഹിം നബീനെ ഖലീൽ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ ശേഷം മുഹമ്മദ് നബിയെ ഹബീബ് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തല്ല? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമന് നൽകപ്പെട്ടിരിക്കുന്ന സ്ഥാനത്തിന് കുറവ് കാണലാണ്. അതുകൊണ്ട് പാടില്ലാത്ത കാര്യമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിന് ശേഷം സുമ്മ മൂസ, പിന്നെ മൂസ അലൈഹിസ്സലാമാണ് ഏറ്റവും ശ്രേഷ്ഠനായ റസൂൽ. സുമ്മ നൂഹുൻ വഈസ ഇബ്നു മറിയം, പിന്നീട് നൂഹ് അലൈഹിസ്സലാമും മറിയമിൻ്റെ മകൻ ഈസ അലൈഹിസ്സലാമുമാണ്. ഇവിടെ മുസന്നിഫ് റഹ്മഹുല്ലാഹ്
മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഇബ്രാഹിം നബി എന്നും അതിനുശേഷം മൂസ നബി അലൈഹിസ്സലാം എന്നും അതിനുശേഷം നൂഹ് നബിയും ഈസ അലൈഹിസ്സലാമും എന്നാണ് പഠിപ്പിച്ചത്. കാരണം ഈസ അലൈഹിസ്സലാമിനേക്കാൾ ശ്രേഷ്ഠത നൂഹ് അലൈഹിസ്സലാമിനുണ്ട് എന്നും ചെയ്തിട്ടില്ല. ശരിയായ നസ്സുകളൊന്നും രേഖകളൊന്നും സ്ഥിരപ്പെട്ടിട്ടില്ല. അല്ലെങ്കിൽ ഈസ അലൈഹിസ്സലാമിന് നൂഹ് നബിയേക്കാളോ അല്ലെങ്കിൽ നൂഹ് നബിക്ക് ഈസ നബിയേക്കാളോ പ്രത്യേകമായി ശ്രേഷ്ഠതയുണ്ട് എന്ന് ചെയ്തിട്ടില്ല, പരാമർശിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള കാരണത്താലാണ്. എന്നാൽ ചില ഉലമാക്കൾ നൂഹ് അലൈഹിസ്സലാമിന് ഈസ അലൈഹിസ്സലാമിനേക്കാൾ ശ്രേഷ്ഠതകളുണ്ട് എന്നും ചെയ്തിട്ടുണ്ട്, പരാമർശിച്ചിട്ടുണ്ട്. നൂഹ് അലൈഹി വസ്സലാമിൻ്റെ ദഅവത്തുമായി ബന്ധപ്പെട്ട ദീർഘമായ കാലയളവും അതിൽ നേരിടേണ്ടി വന്ന പ്രയാസങ്ങളെയും എല്ലാം പരാമർശിച്ചുകൊണ്ട് പറയുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ പറയപ്പെട്ടിരിക്കുന്ന 5 മുർസലീങ്ങൾ വഹും അൽ മഖ്സൂസൂന ഫീ ഖൗലിഹി തആല, അല്ലാഹുവിൻ്റെ ഖൗലിൽ വളരെ അധികം പ്രത്യേകമായി പരാമർശിക്കപ്പെട്ടിരിക്കുന്നവരാണ് ഈ 5 അമ്പിയാക്കൾ. അവരെ സംബന്ധിച്ച് സാധാരണ പറയുന്നത് എന്താണ്? ഉലുൽ അസ്മുകൾ എന്നാണ് അവരെ സംബന്ധിച്ച് പരാമർശിക്കപ്പെടുന്നത്. അള്ളാഹു പറയുന്നത് കാണാം, വഇദ് അഖദ്നാ മിനൻ നബിയ്യീന മീസാഖഹും, അമ്പിയാക്കന്മാരിൽ നിന്ന് നാം കരാറുകൾ സ്വീകരിച്ചപ്പോൾ, കരാർ ചെയ്തപ്പോൾ അവരുമായിട്ട്, വമിൻക, താങ്കളിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, വമിൻ നൂഹി, നൂഹ് അലൈഹിസ്സലാമിൽ നിന്നും, വഇബ്രാഹീമ വമൂസ വഈസ ഇബ്നു മറിയം, ഇബ്രാഹീം, മൂസ, ഈസ അലൈഹിസ്സലാം ഇവരിൽ നിന്നുമെല്ലാം നാം കരാർ ചെയ്തതായ സന്ദർഭം. വഅഖദ്നാ മിൻഹും മീസാഖൻ ഗലീദ, വളരെ ബലിഷ്ഠമായ ഒരു കരാർ നാം എന്ത് ചെയ്തിരിക്കുന്നു, അവരുമായിട്ട് നിർവഹിച്ചിരിക്കുന്നു. അപ്പോൾ അവർക്ക് ചില പ്രത്യേകതകളുണ്ട് എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, വനഅതഖിദു അന്ന ശരീഅത മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹാവിയത്തുൻ ലിഫദാഇലി ശറാഇഇ ഹഉലാഇ റുസുലിൽ മഖ്സൂസീന ബിൽ ഫദ്ൽ. ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദർസിൽ ചെറുതായി സൂചിപ്പിച്ച വിഷയമാണ്. ഈ ശ്രേഷ്ഠത പറഞ്ഞ് പ്രത്യേകമായി പരാമർശിച്ചിരിക്കുന്ന മുർസലീങ്ങളുണ്ടല്ലോ, ഈ മുർസലീങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ശരീഅത്ത്, ആ ശരീഅത്തിനെ അങ്ങനെ തന്നെ ഏത് ശരീഅത്തും ഉൾക്കൊള്ളുന്നുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തും ഉൾക്കൊള്ളുന്നതാണ്. കാരണം അള്ളാഹു പറഞ്ഞത് കാണാം, ശറഅ ലക്കും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹൻ, നൂഹ് അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല വസിയ്യത്ത് നൽകിയിരിക്കുന്ന ഒരു കാര്യത്തെ നിങ്ങൾക്ക് അല്ലാഹു ചെയ്തിരിക്കുന്നു, ശരീഅത്ത് ശറഅാക്കി, നിയമമാക്കി. വല്ലദീ ഔഹൈനാ ഇലൈക വമാ വസ്സൈനാ ബിഹി ഇബ്രാഹീമ വമൂസ വഈസ, അതേപോലെ തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം എന്നിവർക്ക് നാം വഹി നൽകിയിരിക്കുന്ന കാര്യം, അതേപോലെ തന്നെ താങ്കൾക്ക് വഹി നൽകിയിരിക്കുന്ന കാര്യം എന്താണ്? അൻ അഖീമുദ്ദീന വലാ തതഫറഖൂ ഫീ എന്നുള്ള 2 കാര്യമാണ്. അൻ അഖീമുദ്ദീൻ, നിങ്ങൾ എന്ത് ചെയ്യണം? ദീൻ നിലനിർത്തണം. അതായത് ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന് ഇബാദത്തുകൾ അർപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അള്ളാഹുവും അവൻ്റെയും ഇടയിലുള്ളതായ കാര്യം ഭംഗിയായി നിർവഹിക്കണം എന്നുള്ളതാണ്. അള്ളാഹുവുമായി ബന്ധപ്പെട്ട കാര്യത്തെ എന്ത് ചെയ്യണം? ഇബാദത്തിൻ്റെ വിഷയം വളരെ ഭംഗിയായി നിർവഹിക്കണം. വലാ തതഫറഖൂ ഫീ, അതേപോലെ തന്നെ സമൂഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളിലും എന്ത് ചെയ്യേണ്ടതുണ്ട്? നിങ്ങൾ ചിട്ട പാലിക്കേണ്ടതുണ്ട്. ഈ കാര്യത്തിൽ നിങ്ങൾ പരസ്പരം ചെയ്യാൻ പാടില്ല, ഛിന്ന ഭിന്നമായി വിഭാഗീയതയിൽ പെട്ടുപോകാൻ പാടില്ല. ഇത് സമൂഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഒരു വ്യക്തി അള്ളാഹുവുമായിട്ടുള്ള അവൻ്റെ ഇടപെടലുകളും സമൂഹവുമായിട്ടുള്ള ഇടപെടലുകളും, ഇതാണ് ഈ അമ്പിയാക്കന്മാർക്കും അതേപോലെ തന്നെ താങ്കൾക്കും നബിയെ അള്ളാഹു നൽകിയിരിക്കുന്നതായ ശരീഅത്ത് എന്ന് പരാമർശിക്കുന്നുണ്ട് എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഇതിനെ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ പറയുന്ന രീതിയിൽ ഈ പറയപ്പെട്ട അമ്പിയാക്കന്മാർക്ക് നൽകിയിരിക്കുന്ന ശരീഅത്തും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമന് നൽകിയിരിക്കുന്ന ശരീഅത്തും ഈ 2 കാര്യങ്ങളിലും എന്ത് ചെയ്യുന്നു? യോജിക്കുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം. മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം, ശരിക്കും ശ്രദ്ധ നൽകേണ്ട ഒരു വിഷയമാണ്. മുർസലീങ്ങൾ, നബിമാർ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെയും അള്ളാഹുവിൻ്റെയും ഇടയിലെ ഒരു വസീലയായി, ഒരു ഇടയാളനായി നിശ്ചയിച്ചിരിക്കുന്ന ആളാണ്. അപ്പോൾ വലിയ ചർച്ചകൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. ഒരു ഇടയാളന് ആവശ്യമുണ്ടോ എന്നുള്ള വലിയ ചർച്ച നടക്കുന്നുണ്ട്. ശരിക്കും ഈ ചോദ്യം 2 രീതിയിൽ മനസ്സിലാക്കേണ്ടതുണ്ട്.
ഒന്ന്, അള്ളാഹുവിൻ്റെയും മനുഷ്യരുടെയും ഇടയിൽ നിർബന്ധമായും വിശ്വസിക്കേണ്ട ഇടയാളനുണ്ട്. ആ ഇടയാളനെ ആരെങ്കിലും നിഷേധിച്ചാൽ അവൻ എന്തായി മാറും? കാഫിറായി മാറും. എന്നാൽ വേറൊരു ഭാഗത്ത് ഇടയാളനെ കൊണ്ടുവന്നാൽ അവനെന്താവും? കാഫിറാവും. ഇത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ദീൻ പഠിക്കാൻ, അള്ളാഹുവിൻ്റെ ദീൻ മനസ്സിലാക്കാൻ അള്ളാഹുവിൻ്റെയും സൃഷ്ടികളുടെയും ഇടയിൽ ആരനിവാര്യമാണ്? ഇടയാളൻ അനിവാര്യമാണ്. അതിനാണ് അള്ളാഹു മുസ്ലിങ്ങളെ നിയോഗിച്ചത്. ദീൻ മനസ്സിലാക്കാൻ എനിക്കെൻ്റെ ബുദ്ധി മതി, എൻ്റെ യുക്തി മതി, അല്ലെങ്കിൽ ഞങ്ങൾ കൂടിയെടുക്കുന്ന ഷൂറയുടെ തീരുമാനങ്ങൾ മതി, അല്ലെങ്കിൽ എൻ്റെ ഹവ മതി, എൻ്റെ ഇച്ഛ മതി, അല്ലെങ്കിൽ ഏതെങ്കിലും മഷായിഖന്മാർ പറഞ്ഞാൽ മതി, ഏതെങ്കിലും കുത്തുബുകൾ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഏതെങ്കിലും സ്വപ്നം മതി എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും യുക്തിയെയോ ബുദ്ധിയെയോ ഇതുപോലുള്ള കാര്യങ്ങൾ ദീൻ മനസ്സിലാക്കുന്നതിലേക്ക് എന്ത് ചെയ്താൽ, ആസ്പദിച്ചാൽ, അതിനെ അവലംബിച്ചാൽ അവൻ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുക? അവൻ റസൂലിനെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് അർത്ഥം. അള്ളാഹു നിയോഗിച്ചിരിക്കുന്ന മുർസലിനെ അവൻ എന്ത് ചെയ്യുന്നില്ല? വിശ്വസിക്കുന്നില്ല എന്നാണ് അർത്ഥം. കാരണം മുർസലീങ്ങളെ അള്ളാഹു നിയോഗിച്ചതിന് വേണ്ടിയിട്ടാണ്, ദീൻ പഠിപ്പിക്കാനാണ്. എന്നിട്ട് ഈ റസൂലിനെ അവർ അംഗീകരിക്കുന്നു എന്ന് പറയുന്നതിനോടുകൂടെ തന്നെ അവരുടെ ദീനിയായ നടപടിക്രമങ്ങളിൽ റസൂല് പഠിപ്പിച്ച യാതൊരു കാര്യം ഉണ്ടാവില്ല. എന്നാൽ അവരുടെ ബുദ്ധി എന്താണോ പറയുന്നത്, യുക്തി എന്താണോ തോന്നുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും മഷായിഖന്മാരെന്താണോ പറഞ്ഞത്, അവരുടെ സ്വപ്നങ്ങൾ എന്താണോ, ഇതൊക്കെയായിരിക്കും എന്ത് അവരുടെ ദീൻ. യഥാർത്ഥത്തിൽ അവരെന്ത് ചെയ്യുന്നില്ല? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്നില്ല, വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമതൊരു കാര്യം, ഒരാൾക്ക് അള്ളാഹുവിനോട് ഇബാദത്ത് ചെയ്യണം. അതിനിടയിൽ ഒരു ഇടയാളിന് ആവശ്യമുണ്ടോ? അവിടെ ഇടയാളിന് ആവശ്യമില്ല. അവിടെ നേരെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണമെന്നുള്ളതാണ് പ്രശ്നം. അതല്ല, ഇടയിൽ ഒരാൾ ഇടയാളനെ വെച്ച് കഴിഞ്ഞാൽ അത് മുഖേന ചെയ്യും കുഫർ സംഭവിക്കും. ഇത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് കേരളത്തിലുള്ള അഹ്ലുസുന്നയിൽ നിന്ന് വ്യതിചലിച്ചു പോയ സമസ്ത വിശ്വാസക്കാർ, ഖുറാഫികൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ കുബൂരികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന, അഹ്ലുസുന്നയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആളുകൾ, അവർ ഏറ്റവും വലിയ മഹാനായി കണ്ടുകൊണ്ടിരിക്കുന്ന ഫഖ്റുദ്ദീൻ റാസി, അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ വളരെയധികം വിശദമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇത് രണ്ടും പഠിപ്പിക്കുന്നുണ്ട്. ദീൻ പഠിക്കാൻ ഇടയിൽ ഇടയാളൻ ആവശ്യമാണ് എന്നും, എന്നാൽ ഇബാദത്തിന്റെ കാര്യത്തിൽ ഇടയാളൻ പാടില്ല എന്നും എന്ത് ചെയ്യുന്നുണ്ട്? വളരെ വ്യക്തമായിട്ട് ഫഖ്റുദ്ദീൻ റാസി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. എന്താണ് അദ്ദേഹം പറയുന്നത്? കാണാം, وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِ إِذَا دَعَانِ എന്ന ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് നബിയെ, എന്നെ സംബന്ധിച്ച് എൻ്റെ അടിയാറുകൾ താങ്കളോട് ചോദിച്ചാൽ ഞാൻ അവർക്ക് സമീപസ്ഥനാണെന്ന് പറയുക എന്നുള്ളതായ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ഫഖ്റുദ്ദീൻ റാസി പറയുകയാണ്, പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെയുള്ള ഈ ചോദ്യവും ഉത്തരവുമായി ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങളും ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. അദ്ദേഹം എടുത്തെടുത്ത് പറയുന്നുണ്ട് ധാരാളം ചോദ്യങ്ങൾ. വയസ്അലൂനക അനിൽ ജിബാൽ, പർവ്വതങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യുന്നു? അവർ താങ്കളോട് ചോദിക്കുന്നു. വയസ്അലൂനക അനിസ് സാഅ, ഖിയാമത്ത് നാളിനെ കുറിച്ച് അവർ താങ്കളോട് ചോദിക്കുന്നു. വയസ്അലൂനക മാദാ യുൻഫിഖൂൻ, എന്താണ് ചെലവിടേണ്ടത് എന്നവർ താങ്കളോട് ചോദിക്കുന്നു. വയസ്അലൂനക അനിശ് ശഹ്രിൽ ഹറാം, നിഷിദ്ധമായ അല്ലെങ്കിൽ പവിത്രമായ മാസങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യുന്നു? അവർ താങ്കളോട് ചോദിക്കുന്നു. വയസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ, ചൂതാട്ടത്തെ സംബന്ധിച്ച്, മദ്യത്തെ സംബന്ധിച്ച് അവർ താങ്കളോട് ചോദിക്കുന്നു. വയസ്അലൂനക അനിൽ യതാമ, യതീമുകളെ സംബന്ധിച്ച്. ഇങ്ങനെ ധാരാളം ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങളെല്ലാം എടുത്തു പറഞ്ഞതിന് ശേഷം ഫഖ്റുദ്ദീൻ റാസി പറയുകയാണ്, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 രീതിയിലാണ് ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം നൽകിയിരിക്കും. ചിലയിടത്ത് അള്ളാഹു പറയും, ഖുൽ, നബിയെ അവർക്ക് എന്ത് ചെയ്യണം? മറുപടി പറഞ്ഞു കൊടുക്കണം. അവർക്ക് താങ്കൾ മറുപടി പറഞ്ഞു കൊടുക്കണം. ചില സ്ഥലത്ത് ഫഖുൽ, നബിയെ ഉടനെ തന്നെ താങ്കൾ അവർക്ക് മറുപടി പറഞ്ഞു. കാരണം പെട്ടെന്ന് മനസ്സിലാക്കേണ്ട കാര്യമായതിനാൽ ഉടനെ തന്നെ അവർക്ക് കുഫർ സംഭവിക്കാതിരിക്കാൻ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട്? മറുപടി പറഞ്ഞു കൊടുക്കേണ്ടത്. എന്നിട്ട് ഫഖുൽ, ഉടനെ നബിയെ പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉത്തരം പറയാൻ ഏൽപ്പിക്കുന്നത് കാണാം. എന്നാൽ ഇവിടെ കാരണം ഏത് സ്ഥലത്താണ് ഇങ്ങനെ പറയുന്നത്? ദീനുമായി ബന്ധപ്പെട്ട കാര്യം അവരെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ അള്ളാഹു എന്ത് ചെയ്യാണ്? അതിനുള്ള ചുമതല ആരെ ഏൽപ്പിക്കുന്നു? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിക്കുന്നു. അതിനർത്ഥം എന്താണ്? ദീൻ പഠിക്കണമെങ്കിൽ ആരാവശ്യമാണ്? ഇടയിൽ മുർസലീങ്ങൾ ആവശ്യമാണ്. മുർസലീങ്ങൾ പഠിപ്പിക്കുന്നതിനനുസരിച്ചാണ് എന്ത് ചെയ്യേണ്ടത്? ദീൻ മനസ്സിലാക്കേണ്ടത്. ഇടയിൽ ആളാവശ്യമാണ്. എന്നാൽ
ഇവിടെ വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ചോദിക്കുന്നത്. അങ്ങനെ എന്നെക്കുറിച്ച് അവർ താങ്കളോട് ചോദിച്ചാൽ ഫഖുൽ എന്ന് നബി അള്ളാഹു പറയുന്നില്ല, നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കുമെന്ന് പറയുന്നില്ല. പിന്നെന്താണ് പറയണത്? വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ എന്ന് അള്ളാഹു നേരിട്ടുത്തരം പറയാം, അള്ളാഹു നേരിട്ടുത്തരം പറയാം. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാമെന്ന് ഫഖറുദ്ദീൻ റാസി പറയുന്നത് കാണാം. കഅന്നഹു സുബ്ഹാനഹു വതആല യഖൂൽ, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് പോലുണ്ട്, അബ്ദി, അല്ലയോ എൻ്റെ അടിമയെ, അൻത ഇന്നമാ തഹ്താജു ഇലൽ വാസിത ഫീ ഗൈരി വഖത്തി ദുആ, നീ ദുആഇൻ്റേതല്ലാത്ത സന്ദർഭത്തിൽ, ഇബാദത്തിൻ്റേതല്ലാത്ത സന്ദർഭത്തിൽ നിന്റെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ ഒരു വാസിത, ഒരു ഇടയാളൻ എന്ത് ചെയ്യുന്നുണ്ട്, ആവശ്യമായി വരുന്നുണ്ട്. നിനക്ക് ദീൻ പഠിക്കാൻ ആരാവശ്യമാണ്? ഒരു റസൂലിലേക്ക് നൽകപ്പെടുന്ന വഹി ആവശ്യമാണ്. അതുകൊണ്ടാണ് മേൽ പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങളിലെല്ലാം ഖുൽ ഫഖുൽ, നബിയെ താങ്കൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞത്. എന്നാൽ അമ്മാ ഫീ മഖാമി ദുആ, ദുആഇന്റെ സന്ദർഭത്തിൽ, ഇബാദത്തുകൾ അർപ്പിക്കുന്ന സന്ദർഭത്തിൽ, ഫലാ വാസിത ബൈനി വബൈനക, എന്റെയും നിന്റെയും ഇടയിൽ ഒരു ഇടയാളന്റെയും ആവശ്യമില്ലാട്ടോ എന്ന് അള്ളാഹു പറയുന്നത് പോലെയുണ്ട് ഈ ശൈലി എന്ന് ഫഖറുദ്ദീൻ റാസി അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. വളരെ വ്യക്തമാണ്. ഇടയാളൻ ആവശ്യമായ ഘട്ടമുണ്ട്, അവിടെ അത് സ്വീകരിക്കൽ നിർബന്ധമാണ്. അതായത് ദീനിൽ ഒരു ഇബാദത്ത് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ആഘോഷം കൊണ്ടുവരണമെങ്കിൽ, ഒരു വിശ്വാസം രൂപീകരിക്കണമെങ്കിൽ അതൊരു നബി പഠിപ്പിച്ചതായിരിക്കണം. അതിൻ്റെ ഇടയിൽ വാസ്തുതയായിട്ട് ഒരു നബി പഠിപ്പിച്ചിരിക്കുന്ന അഖീദയെ നമുക്ക് വിശ്വസിക്കാൻ അർഹമുള്ളൂ. ഒരു നബി പഠിപ്പിച്ചിരിക്കുന്നതായ ഇബാദത്തെ നമുക്ക് നിർവഹിക്കാൻ മാർഗമുള്ളൂ. അതിൻ്റെ ഇടയിൽ നമുക്ക് കൂട്ടിച്ചേർക്കലുകളോ അതല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ ഉണ്ടാക്കി തീർത്ത കാര്യങ്ങളോ എന്ത് ചെയ്യാൻ പാടില്ല, വിശ്വസിക്കാൻ പാടില്ല. എന്നാൽ ഇബാദത്തിൻ്റെ സന്ദർഭത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ഇടയാളനെയും ഇടയിൽ കൊണ്ടുവരിക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുകയാണ്, വനുഅ്മിനു ബിഅന്ന ജമീഅ റുസുലി ബശറുൻ, ഞങ്ങൾ വിശ്വസിക്കുകയാണ് മുഴുവൻ മുർസലീങ്ങളും മനുഷ്യരാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. മുഴുവൻ മുർസലീങ്ങളും നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് അവർ മനുഷ്യരാണ്, മനുഷ്യരായിട്ടാണ്. അവരെന്തല്ല, മലായിക്കത്തുകളല്ല. കുഫാറുകൾ മലായിക്കത്തുകളെ മുർസലീങ്ങളായി നിയോഗിക്കപ്പെട്ടിരുന്നെങ്കിൽ എന്ന് ചോദിക്കുമ്പോൾ പറയാനല്ല, എല്ലാ മുർസലീങ്ങളെയും നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് എപ്രകാരം തന്നെയാണ്, മനുഷ്യരായിട്ടാണ്. അപ്പോൾ മുഴുവൻ മുസ്ലിങ്ങളും മനുഷ്യന്മാരാണ്. മാത്രമല്ല മഖ്ലൂഖൂൻ, അവർ എന്തുമാണ്, സൃഷ്ടികളുമാണ്. അവർ റബ്ബുകളല്ല. കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള ശേഷി എന്തില്ല, അവർക്കില്ല. കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന മുദബ്ബിറുൽ അംർ അല്ലെങ്കിൽ മുദബ്ബിറുൽ കൗൻ, പ്രപഞ്ചത്തിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവർ ആരല്ല, അമ്പിയാക്കളല്ല. അവർ മഖ്ലൂഖീങ്ങളാണ്, റബ്ബുകളല്ല. അവർ മനുഷ്യരാണ്. ലൈസ ലഹും മിൻ ഖസായിസി റുബൂബിയ്യത്തി ശൈഉൻ, റുബൂബിയ്യത്തിന്റെ പ്രത്യേകതകളിൽ ഒന്നും തന്നെ ആർക്കില്ല, അമ്പിയ മുസ്ലിങ്ങൾക്കില്ല. ഖാല അല്ലാഹു തആല അൻ നൂഹിൻ വഹുവ അവ്വലുഹും, ഒന്നാമത്തെ റസൂലായ നൂഹ് അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട്, വലാ അഖൂലു ലക്കും, നൂഹ് നബി തന്റെ ജനതയോട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ മുന്നിൽ വാദിക്കുന്നില്ല. വലാ അഖൂലു ലക്കും ഇൻദി ഖസായിനുല്ലാഹ്, അല്ലാഹുവിന്റെ ഖജനാവുകൾ എൻ്റെ അടുക്കലാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. അതിൽ കൈകാര്യം ചെയ്യാൻ എനിക്ക് അധികാരവുമില്ല. വലാ അഅലമുൽ ഗൈബ, ഗൈബ് എനിക്കറിയില്ല, അദൃശ്യ കാര്യങ്ങൾ എനിക്കറിയില്ല. വലാ അഖൂലു ഇന്നി മലക്കുൻ, ഞാനൊരു മലക്കാണെന്നും എന്ത് ചെയ്യുന്നില്ല, വാദിക്കുന്നില്ല എന്ന് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ നൂഹ് അലൈഹിസ്സലാമിനെ എന്ത് ചെയ്യുന്നുണ്ട്, അള്ളാഹു ഏൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ മുസ്ലിങ്ങൾ, അമ്പിയാക്കൾ, അവർ മനുഷ്യരാണ്. അതേപോലെ തന്നെ അവർ സൃഷ്ടികളാണ്, സൃഷ്ടാക്കളല്ല. കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിൽ എന്തില്ല, അവർക്ക് യാതൊരു അവകാശവുമില്ല എന്ന് വിശദീകരിക്കുന്നിടത്ത് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത് കാണാം. ചില ആളുകൾ പറയുന്നു, ഇന്ന അഹദൻ യുദബ്ബിറു ഹാദൽ കൗന ഗൈറല്ലാഹ്, അല്ലാഹു അല്ലാതെ ചില ആളുകൾ അവരാണ് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നവർ എന്ന് പറയുന്നു. ഖൗലുഹും കുഫ്റുൻ, അങ്ങനെയുള്ള അവരുടെ വാദം എന്താണ്, കുഫ്റാണത്. ലിഅന്നഹു ലാ മുദബ്ബിറ ലിൽ അംരി ഇല്ലല്ലാഹു അസ്സ വജൽ, കാര്യങ്ങൾ തീരുമാനിക്കാൻ അതിന് തദ്ബീർ ചെയ്യുന്നവൻ അല്ലാഹു അല്ലാതെ വേറെ ആരുമില്ല. അല്ലാഹു തആല പറയുന്നു,
ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ്. നബിയെ, മക്കയിലുള്ള കുഫാറുകളോട് താങ്കൾ ചോദിക്കുക, ആരാണ് ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് റിസ്ക് നൽകുന്നത്? അമ്മൻ യംലികു സ്സംഅ വൽ അബ്സാർ വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യി വമൻ യുദബ്ബിറുൽ അംർ. അതേപോലെ തന്നെ കേൾവിയും കാഴ്ചയും സംവിധാനിച്ചവൻ ആരാണ്? അതിനെ ഉടമപ്പെടുത്തിയവൻ ആരാണ്? ജീവനുള്ളതിൽ മയ്യത്തിൽ നിന്ന് ജീവനുള്ളതിൽ നിന്ന് മയ്യത്തിനെ പുറത്തു കൊണ്ടുവരുന്നവൻ, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ ആരാണെന്ന് മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കീങ്ങളോട് ചോദിക്കുന്ന നബിയെ. ഉത്തരം ഫസയഖൂലൂന അല്ലാഹ്. അവർ തന്നെ പറയുമായിരുന്നു, എന്താണ് ഇതെല്ലാം അള്ളാഹുവിൻ്റെ അധികാരത്തിൽപ്പെട്ടതാണ് എന്നവർ പറയുമായിരുന്നു. വഹാദാ വഹും മുശ്രികൂന വകുഫാറുൻ. കുഫാറുകളും മുശ്രിക്കീങ്ങളുമാണ് ഈ മറുപടി പറയുന്നത്. വൽ ആന ഹുനാക ഉനാസുൻ യന്തസിബൂന ലിൽ ഇസ്ലാം യഖൂലൂൻ. ഇപ്പോൾ ചില ആളുകളുണ്ട്, മുസ്ലിമീങ്ങളാണെന്ന് വാദിക്കുന്ന ചില ആളുകൾ, അവർ പറയുന്നു, ഇന്ന മുദബ്ബിറൽ കൗനി ഹുൽ ഖുതുബുൽ ഫുലാനിയ്യു മിന സൂഫിയ്യ. കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ ആരാണ്? സൂഫികളിൽപ്പെട്ട ഇന്ന ഖുതുബാണ്, അല്ലെങ്കിൽ അവൽ ഇമാമുൽ ഫുലാനിയ്യു മിന റാഫിദ. ഷിയകളിൽപ്പെട്ട ഇന്ന ഇമാമാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ. യഖൂലൂൻ ഹുമുൽ മുദബ്ബിറൂന ലിൽ കൗൻ. അവർ പറയുന്നത് പ്രപഞ്ചത്തെ മുഴുവനും നിയന്ത്രിക്കുന്നവരാണ്, ഇങ്ങനെയുള്ള ഖുതുബുകളാണ്, വലിയകളാണ് എന്നാണ് അവർ പറയുന്നത്. വഹാദൽ ഖൗലു കുഫ്ർ. ഈ വാക്ക് ഇതിൽപ്പെട്ടതാണ്, കുഫർ സംഭവിക്കുന്ന വാക്യമാണ്. തനസ്സഹ അൻഹു അഹ്ലുൽ ജാഹിലിയ്യത്തി. ജാഹിലിയ്യ കാലത്തിലുള്ള മുശ്രിക്കീങ്ങൾ വരെയും ഇതിൽ നിന്നാണ്, ഈ വാദത്തിൽ നിന്ന് ഒഴിവാണ്. വഅസ്നദു തദ്ബീറൽ ഉമൂരി ഇലല്ലാഹ്. അവർ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ ആരാണെന്നാണ് പറഞ്ഞിരുന്നത്. മുശ്രിക്കീങ്ങൾ വരെയും, മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ വരെയും പറഞ്ഞിരുന്നത് അള്ളാഹുവാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നാണ്. അപ്പോൾ മുർസലീങ്ങൾ അവർ മനുഷ്യരാണ്, അവർ റബ്ബുകളല്ല, സൃഷ്ടികളാണ് എന്ന് മനസ്സിലാക്കൽ അനിവാര്യമാണ്. നൂഹ് അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ആദ്യ ആയത്തിൽ പറഞ്ഞു. അതിനുശേഷം വീണ്ടും പറയുകയാണ്, വഅമറല്ലാഹു തആല മുഹമ്മദൻ വഹുവ ആഖിറുഹു. അവസാനമായി നിയോഗിക്കപ്പെട്ട മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൽപ്പിച്ചു. എന്താണ് കൽപ്പിച്ചത്? അയ്യഖൂൽ, മുഹമ്മദ് നബിയെ താങ്കൾ പറയണം. എന്താണ് പറയേണ്ടത്? ലാ അഖൂലു ലകും ഇൻദി ഖസാഇനുല്ലാഹ്. ഞാൻ നിങ്ങളോട് പറയുന്നില്ല അള്ളാഹുവിൻ്റെ ഖജനാവുകൾ എൻ്റെ പക്കലാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. വലാ അഅലമുൽ ഗൈബ്. അദൃശ്യജ്ഞാനങ്ങൾ ഞാൻ അറിയുമെന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. വലാ അഖൂലു ലകും ഇന്നി മലകുൻ. ഞാൻ മലക്കാണ് എന്നും നീയുന്നില്ല, വാദിക്കുന്നില്ല എന്ന് നബിയെ അവരോട് പറ. വഅയ്യഖൂൽ. അതേപോലെ തന്നെ വീണ്ടും അല്ലാഹു കൽപ്പിക്കുകയാണ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ, ലാ അംലികു ലി നഫ്സി നഫ്അൻ വലാ ദറ. എൻ്റെ നഫ്സിന്, എൻ്റെ സ്വയം നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ എനിക്ക് സാധിക്കൂല എന്ന് പറയും നബിയെ. എൻ്റെ നഫ്സിന് എന്തെങ്കിലും ഉപദ്രവം വന്നാൽ തടുക്കാൻ അല്ലെങ്കിൽ ഉപദ്രവം ഏൽപ്പിക്കാൻ എനിക്ക് സാധിക്കൂല. അപ്പോൾ ഒരു നന്മയും ഒരു തിന്മയും എൻ്റെ ശരീരത്തിന് ഏൽപ്പിക്കാൻ പോലും എനിക്ക് എന്തില്ല, സാധിക്കൂല എന്ന് നബി അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇല്ല മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ. നബിയോട് പറയാൻ അള്ളാഹു കൽപ്പിക്കുകയാണ്, എൻ്റെ സ്വന്തം നഫ്സിന് തന്നെ എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ അല്ലെങ്കിൽ ഉപദ്രവം ഏൽപ്പിക്കാൻ എനിക്ക് സാധിക്കൂല എന്ന് നബി അവരോട് പറഞ്ഞു കൊടുക്കുക. വായ്യപ്പോൾ വീണ്ടും അള്ളാഹു പറയാണ്, നബിയെ പറഞ്ഞു കൊടുക്കണം അവർക്ക്, ഇന്നി ലാ അംലികു ലകും ദർറൻ വലാ റഷദ. നിങ്ങൾക്ക് ഒരു ഉപദ്രവം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ സന്മാർഗത്തിലെത്തിക്കാൻ എനിക്ക് സാധിക്കൂല എന്ന് നബി അവർ. അപ്പോൾ സ്വന്തം നഫ്സിനൊന്നും ചെയ്യാൻ പറ്റൂല, മറ്റുള്ളവർക്കും വേണ്ടിയിട്ട് ഒന്നും ചെയ്യാനുള്ള കാര്യങ്ങളുടെ നിയന്ത്രണം എൻ്റെ കയ്യിലല്ല എന്ന് നബി അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഖുൽ, നബിയെ പറയുക, ഇന്നി ലൻ യുജീറനി മിനല്ലാഹി അഹദുൻ. അള്ളാഹുവിങ്കിൽ നിന്ന് ഒരു ശിക്ഷ എന്നെ വന്ന് ബാധിക്കുകയാണെങ്കിൽ, ഒരു അപകടം എന്നെ ബാധിക്കുകയാണെങ്കിൽ ആരും തന്നെ എന്നെ രക്ഷപ്പെടുത്താനില്ല. വലൻ അജിദ മിൻ ദൂനിഹി മുൽതഹദ. അവനല്ലാതെ ഒരു അഭയകേന്ദ്രത്തെയും ഞാൻ എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല എന്ന് നബി അവരോട് പ്രഖ്യാപിക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുക. അപ്പോൾ വളരെ വ്യക്തമാണ്, പ്രപഞ്ചത്തിൻ്റെ നിയന്ത്രണം ആരുടെ കയ്യിലല്ല, അമ്പിയാക്കളുടെയും മുസ്ലിങ്ങളുടെയും കാര്യത്തിൽ അവരുടെ കരങ്ങളിലല്ല, നേരെ മറിച്ച് അള്ളാഹുവാണ് അതിനെ നിയന്ത്രിക്കുന്നവൻ. വളരെ പ്രസിദ്ധമായ ഒരു ഹദീസുണ്ട്. ഉഹദ് യുദ്ധവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിക്കേൽക്കുകയുണ്ടായി. നബിയുടെ തലക്ക് പരിക്കേറ്റു. 70ഓളം വരുന്ന സ്വഹാബികൾ ഷഹാദത്ത് വരിച്ചു, രക്തസാക്ഷിത്വം വരിച്ചു. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, കൈഫ യുഫ്ലിഹു ഖൗമുൻ ശജ്ജു നബിയ്യഹും. എങ്ങനെയാണ് ഒരു സമൂഹം വിജയിക്കുക? അവരിലേക്ക് നിയോഗിക്കപ്പെട്ട നബിയുടെ തലക്ക് പരിക്കേൽപ്പിച്ചവരാണ്. അങ്ങനെയുള്ള ഒരു സമൂഹം ഇനി എങ്ങനെ രക്ഷപ്പെടാനാണ് എന്ന് പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ നേതാക്കളെ,
അന്ന് ശത്രുപക്ഷത്തുണ്ടായിരുന്ന അവരുടെ നേതൃത്വത്തിനെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. അല്ലാഹുമ്മ ലഅൻ അബൂ സുഫിയാൻ, അല്ലാഹുവേ അബൂ സുഫിയാനെ നീ നശിപ്പിച്ചു കളയണമേ അല്ലാഹ്, അവനെ ശപിക്കണമേ അല്ലാഹ്. അതേപോലെ തന്നെ അല്ലാഹുമ്മ ലഅൻ സഫ്വാൻ ബിൻ ഉമയ്യ നശിപ്പിക്കണേ അല്ലാഹ്, സുഹൈൽ ബിൻ അംരി വൽ ഹാരിസ് ബിൻ ഹിഷാം, ഇങ്ങനെ പറയുന്ന എണ്ണി പറഞ്ഞുകൊണ്ട് സുഫിയാൻ ബിൻ ഹർബ്, സഫ്വാൻ ബിൻ ഉമയ്യ, സുഹൈൽ ബിൻ അംർ, ഹാരിസ് ബിൻ ഹിഷാം, ഈ 4 ആളുകൾക്കെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. ഉഹദിൽ വെച്ചിട്ട് അല്ലാഹു ഇവരെ നശിപ്പിച്ച് കളയണമേ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. ഉടനെ തന്നെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ആയത്തിറക്കി, ലൈസ ലക മിനൽ അംരി ശൈഉൻ, നബിയെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ താങ്കൾക്ക് യാതൊരു പങ്കുമില്ല. താങ്കളല്ല തീരുമാനിക്കേണ്ടത് ആര് നശിപ്പിക്കണം, ആരെ രക്ഷപ്പെടുത്തണം, ആർക്ക് ഹിദായത്ത് കൊടുക്കണം, ആരെ വറാലത്തിലാക്കണം എന്ന് തീരുമാനിക്കാൻ നബിയെ താങ്കൾക്ക് യാതൊരു അവകാശവുമില്ല എന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ ആയത്തിറക്കി. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഈ പറയുന്ന 4 ആളുകളും പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു. അല്ലാഹു അക്ബർ, എത്ര അത്ഭുതമാണെന്ന് വിചാരിക്കുക. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്കെതിരിലാണോ ദുആ ചെയ്തത്, ഈ പറയുന്ന 4 ആളുകളും ഇസ്ലാം സ്വീകരിച്ചു. അവരിൽ പലരും ഇസ്ലാമിൽ വലിയ കർത്തവ്യങ്ങൾ, അവരുടെ ഭാഗധേയം അവർ നിർവഹിക്കുകയും ചെയ്തു, വലിയ മഹാന്മാരായി മാറുകയും ചെയ്തു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിദായത്ത് ലഭിക്കണമെന്ന് അതിയായി ആശിച്ച അബൂ ത്വാലിബ്, വലിയധികം നബി ആഗ്രഹിച്ചിരുന്നു, ഇഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹം ചെയ്തില്ല, മുസ്ലിമായില്ല, അദ്ദേഹം കാഫിറായി മരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കാൻ അമ്പിയാക്കന്മാർക്ക് എന്തില്ല, യാതൊരു അവകാശവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഒരാളെ രക്ഷപ്പെടുത്തേണ്ടത്. ചില ആളുകൾ വിചാരിക്കുകയാണ്, ഞാൻ ഇന്ന ഷേഖിന്റെ മുരീദായി മാറിയാൽ മതി, ഇന്ന ഷേഖിന്റെ പിന്നാലെ ഞാൻ കൂടിയാൽ മതി, ഞാൻ രക്ഷപ്പെട്ടു എന്നാണ് ചില ആളുകളുടെ ധാരണ. അദ്ദേഹം നരകത്തിൽ പോവുകയാണ്, ഞാനും കൊള്ളട്ടെ എന്ന് പറയുന്ന ചില സാധുക്കളെ കാണാൻ സാധിക്കും. എത്ര വിഡ്ഢിത്തരമാണ്! ഒരാൾക്കും ഒരാളെയും രക്ഷപ്പെടുത്താൻ സാധിക്കുകയില്ല. ഹിദായത്ത് തൗഫീഖ് കൊടുക്കേണ്ടവൻ ആര് മാത്രമാണ്? അല്ലാഹു മാത്രമാണ്. അമ്പിയാക്കന്മാർക്ക് വരെയും അത് സാധിക്കുമായിരുന്നില്ല. മുർസലീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ഒരാൾക്ക് ഹിദായത്ത് കൊടുക്കാൻ സാധിക്കുമായിരുന്നില്ല. എന്നാൽ അവർക്ക് ഇന്നതാണ് ശരി, ഇന്നത് ശരിയായ വഴിയാണ്, ഇന്നത് മോശപ്പെട്ട വഴിയാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ എന്ത് ചെയ്യുമായിരുന്നു? സാധിക്കുമായിരുന്നു, അത്രമാത്രം. അപ്പം ഇതാണ് മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. വീണ്ടും ഇമാം അവർകൾ പറയുകയാണ്, വനുഅ്മിനു ബിഅന്നഹും അബീദുൻ മിൻ ഇബാദില്ലാഹ്, നാം അവരിൽ വിശ്വസിക്കുന്ന മറ്റൊരു വിശ്വാസം, അവർ അള്ളാഹുവിൻ്റെ അടിയാറുകളിൽപ്പെട്ട, അടിമകളിൽപ്പെട്ട ചില അടിമകളാണ്. ആര്? അമ്പിയാക്കൾ, മുർസലീങ്ങൾ. അക്രമഹുമുല്ലാഹു തആല ബിൽ റിസാല, എന്നാൽ അള്ളാഹു റിസാലത്ത് കൊണ്ട് അവരെ ചെയ്തിട്ടുണ്ട്, ആദരിച്ചിട്ടുണ്ട്. അള്ളാഹുവിങ്കിൽ നിന്ന് വഹി ലഭിക്കുന്നവരായിരുന്നു അവർ. ആകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതാത് സമയങ്ങളിൽ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകപ്പെട്ടവരാണവർ. വഹി നൽകുന്നുണ്ട് അവർക്ക്. ആ വഹി കൊണ്ട് അള്ളാഹു അവർക്ക് ആദരവ് നൽകിയിട്ടുണ്ട്. എന്നാൽ അവർ എന്താണ്? അള്ളാഹുവിൻ്റെ അടിമകൾ മാത്രമാണ്. ووصفهم بالعبودية في أعلى مقاماتهم وفي سياق الثناء عليهم, അവരെ പ്രശംസിക്കുന്ന വേളകളിൽ, അവരുടെ സ്ഥാനങ്ങൾ എടുത്തു പറയുന്ന സ്ഥലങ്ങളിൽ അള്ളാഹു അവരെ ഈ ഉബൂദിയ്യത്ത് എന്ന വിശേഷണം കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? വിശേഷിപ്പിച്ചത് കാണാൻ സാധിക്കും. ഫഖാല ഫി അവ്വലിഹിം നൂഹ് അലൈഹിസ്സലാം, മുർസലീങ്ങളിൽ ഒന്നാമനായ നൂഹ് അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത് കാണാം. ഇന്നഹു കാന അബ്ദൻ ശക്കൂറ, അദ്ദേഹം എന്തായിരുന്നു? നന്ദിയുള്ള, ധാരാളം നന്ദി ചെയ്യുന്ന ഒരു അബ്ദായിരുന്നു, ഒരു അടിമയായിരുന്നു. ഇപ്പം അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നിടത്ത് ഒരു അടിമ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. വഖാല അല്ലാഹു തആല ഫി ആഖിരിഹിം മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവരിൽ ഒടുവിലായി വന്ന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നത് കാണാം. തബാറക്കല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി, തൻ്റെ അടിമയുടെ മേൽ അൽ ഫുർഖാൻ, പരിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചതായ ഒരുവൻ അനുഗ്രഹീതനായിരിക്കുന്നു. അപ്പോൾ അവിടെയും മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ചെയ്യുന്നുണ്ട് ഈ അബ്ദ് എന്നുള്ളതായ വിശേഷണം കൊടുക്കുന്നത് കാണാൻ സാധിക്കും. വഖാല ഫീ റുസുലിൻ ആഖിരി, മറ്റുള്ള ധാരാളം മുർസലീങ്ങളിലും അള്ളാഹു ഈ വിശേഷം പറയുന്നുണ്ട്. വദ്കുർ ഇബാദനാ ഇബ്രാഹീമ വഇസ്ഹാഖ വയഅഖൂബ ഉലിൽ ഐദി വൽ അബ്സാർ, ശക്തിയും അതേപോലെ തന്നെ നല്ല ഗ്രാഹ്യവും ഉൾക്കാഴ്ചയുമെല്ലാം ഉണ്ടായിരുന്നതായ ഇബ്രാഹിം, ഇസ്ഹാഖ്, യാക്കൂബ് എന്നവരായ നമ്മുടെ അടിമകളെ സംബന്ധിച്ച് നബിയെ താങ്കൾ പരാമർശിക്കും. അവരെ അടിമകൾ എന്ന് അള്ളാഹു പരാമർശിക്കുന്നു. വദ്കുർ അബ്ദനാ ദാവൂദ ദൽ ഐദി ഇന്നഹു അവ്വാബ്,
ദാവൂദ് അലൈഹിസ്സലാമിനെ സംബന്ധിച്ചും അതേ വിശേഷണം പറയുന്നു. വവഹബ്നാ ലിദാവൂദ സുലൈമാന നിഅമൽ അബ്ദ്. സുലൈമാൻ അലൈഹിസ്സലാം എത്ര നല്ല അബ്ദായിരുന്നു, എത്ര നല്ല അടിമയായിരുന്നു. ഈസാ അലൈഹിസ്സലാമിനെ കുറിച്ചും അങ്ങനെ പറയുന്നത് കാണാം. ഇൻ ഹുവ ഇല്ലാ അബ്ദുൻ, അവനൊരു അടിമയല്ലാതെ അല്ല, അബ്ദല്ലാതെ അല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. വനുഅ്മിനു ബിഅന്ന അല്ലാഹ തആല ഖതമ الرسالات ബിരിസാലത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈ റിസാലത്തിന്റെ ദൗത്യം മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് അവസാനിപ്പിച്ചു എന്നും ഞങ്ങൾ എന്ത് ചെയ്യുന്നു, വിശ്വസിക്കുന്നു. അതാണ് മറ്റൊരു കാര്യം. വാർസലഹു ഇലാ ജമീഇൻ നാസ്, മുഴുവൻ ജനങ്ങളിലേക്കുമാണ് അല്ലാഹു മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചത്. മുമ്പുള്ള അമ്പിയാക്കന്മാർ ഏതെങ്കിലും ഗോത്രങ്ങളിലേക്കോ ഏതെങ്കിലും പ്രദേശങ്ങളിലേക്ക് മാത്രമോ നിയോഗിക്കപ്പെട്ടതാണ് എങ്കിൽ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കും, കാലാകാലം വരുന്ന മനുഷ്യകളിലേക്കും ജിന്നുകളിലേക്കും വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ട റസൂലാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു പറയുന്നത് കാണാം, ഖുൽ യാ അയ്യുഹന്നാസ്, നബിയെ പ്രഖ്യാപിക്കുക താങ്കൾ, അല്ലയോ ജനങ്ങളെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, മുഴുവൻ മനുഷ്യരിലേക്കും നിങ്ങൾ മുഴുവനിലേക്കും വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ റസൂലാണ് ഞാൻ എന്ന് പറയുക. അല്ലദീ ലഹു മുൽക്കു സമാവാതി വൽ അർദ്, അവനാകുന്നു ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യമുള്ളവൻ. അപ്പോൾ ഇവിടെ മുഴുവൻ മനുഷ്യരിലേക്കും നിയോഗിക്കപ്പെട്ട ആളാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വിശ്വസിക്കൽ അനിവാര്യമാണ്. വനുഅ്മിനു ബിഅന്ന ശരീഅതഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിയ ദീനുൽ ഇസ്ലാമി അല്ലദീ ഇർതദാഹു ലിഇബാദിഹി, നാം വിശ്വസിക്കുന്നു മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ശരീഅത്ത്, നിയമസംഹിത, ഈ ദീൻ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകൾക്ക് വേണ്ടി തൃപ്തിപ്പെട്ട് നൽകിയ ദീനുൽ ഇസ്ലാമാണ്. അപ്പോൾ ഇതാണ് അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്ന മതം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വഅന്ന അല്ലാഹ തആല ലാ യഖ്ബലു മിൻ അഹദിൻ ദീനൻ സിവാഹു, ഈ ദീനുൽ ഇസ്ലാം അല്ലാത്ത മറ്റൊന്നിനെയും ആരിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്താണ് കാരണം? അല്ലാഹു തആല പറഞ്ഞത് കാണാം, ഇന്നദ്ദീന ഇൻദല്ലാഹി അൽ ഇസ്ലാം, സ്വീകാര്യയോഗ്യമായി അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ദീൻ ഇത് മാത്രമാണ്, ഇസ്ലാം മാത്രമാണ്. മാത്രമല്ല വീണ്ടും അള്ളാഹു പറയുന്നുണ്ട്, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇന്നേ ദിവസം നിങ്ങൾക്ക് വേണ്ടി നാം എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ ദീനിനെ പരിപൂർണമാക്കി, നമ്മുടെ നിഅമത്തിനെ നാം നിങ്ങൾക്ക് സമ്പൂർണ്ണമാക്കി നൽകിയിരിക്കുന്നു. ദീനായിക്കൊണ്ട് ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് നൽകിയിരിക്കുന്നു എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. മറ്റൊരായത്തിൽ കാണാം, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, ആരെങ്കിലും ഇസ്ലാമല്ലാത്ത മറ്റൊരു വ്യവസ്ഥയെ, നിയമസംഹിതയെ ആരെങ്കിലും ദീനായി കൊണ്ട് തേടിപ്പോയാൽ, ആഗ്രഹിച്ചാൽ അത് അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല, ആഖിറത്തിൽ അവൻ പരാജയപ്പെട്ടവരുടെ കൂടെ ആയിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോൾ ഇതും ഈ കാലത്ത് വളരെ പ്രസക്തമാണ്. പ്രത്യേകിച്ചും നാം ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും വളരെ വ്യാപകമായി കൊണ്ട് പ്രചരിപ്പിക്കപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. പലപ്പോഴും ഇസ്ലാമിക സമൂഹത്തിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകളാണ് എന്ന് തോന്നുന്ന ആളുകൾ വരെയും, വലിയ വലിയ സമൂഹങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ വരെയും അവരുടെ വാക്കുകളിലും അവരുടെ പ്രവർത്തികളിൽ നിന്നെല്ലാം വായിച്ചെടുക്കപ്പെടുന്ന കാര്യം എന്താണ്? ഏത് മതം സ്വീകരിച്ചാലും ഏത് മാർഗത്തിലൂടെ പോയാലും കുഴപ്പമില്ല, മനുഷ്യൻ നന്മകൾ ചെയ്താൽ മതി, തിന്മകൾ പ്രവർത്തിക്കാതിരുന്നാൽ മതി, പരസ്പരം സ്നേഹിച്ച് സൗഹാർദ്ദത്തോടെ ഏത് വിശ്വാസം അനുഷ്ഠിച്ചു പോയാലും ഈ ഒരു സന്ദേശം വളരെ വ്യാപകമായി എന്ത് ചെയ്യുന്നുണ്ട്, സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും പല വിദ്യാലയങ്ങളിലും ഇത് തന്നെയാണ് ഊന്നിക്കൊണ്ട് പഠിപ്പിക്കുന്നത്. പല പല ചാനൽ ചർച്ചകളിലും മുസ്ലിം നേതാക്കന്മാരെന്ന് തോന്നിപ്പിക്കുന്ന ആളുകൾ വരെയും ഈ ഒരു സന്ദേശം ചെയ്യുന്നുണ്ട്, ആളുകളിലേക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ അപകടം പിടിച്ചിരിക്കുന്ന ഒരു കാര്യമാണിത്. അവൻ വിശ്വസിക്കൽ അനിവാര്യം തന്നെയാണ്. എന്താണ്? പരിശുദ്ധ ദീനുൽ ഇസ്ലാം അല്ലാത്ത മറ്റൊരു ദീനിനെ ആരെങ്കിലും തേടിപ്പോയി കഴിഞ്ഞാൽ അത് നീക്കൂല, സ്വീകരിക്കപ്പെടുകയില്ല, അവൻ ആഖിറത്തിൽ പരാജയപ്പെട്ടു പോകും എന്നുള്ളതാണ്. വനറാ അന്ന മൻ ദഅമൽ യൗമ ദീനൻ ഖായിമൻ മഖ്ബൂലൻ ഇൻദല്ലാഹ് സിവ ദീനിൽ ഇസ്ലാം മിൻ ദീനിൽ യഹൂദിയ്യത്തി അവ നസ്റാനിയ്യത്തി ഔ ഗൈരിഹിമാ ഫഹുവ കാഫിർ. ആരെങ്കിലും പരിശുദ്ധ ദീനുൽ ഇസ്ലാം അല്ലാത്ത മറ്റൊരു നിലനിൽക്കുന്ന
അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ ഒരു മതമുണ്ട് എന്നൊരാൾ വിശ്വസിച്ചാൽ അവൻ ആരാണ്? കാഫിറാണ്. ഇപ്പോൾ ലോകത്ത് വളരെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തത്വം തന്നെയാണ് അബ്രഹാമിക് മതം, ഇബ്രാഹിമീയത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ചില GCC രാജ്യങ്ങളിലും അതേപോലെ തന്നെ നമ്മുടെ നാടുകളിലും അതിൻ്റെ ശാഖകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ അവർ ഇന്റർഫെയ്ത്ത് കൗൺസിലുകളുമായിട്ട് ചില ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, രംഗത്ത് വന്നിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നു, ചർച്ച്, ഒരേ കോമ്പൗണ്ടിൽ തന്നെ ചർച്ച്, അതേപോലെ തന്നെ ജൂതന്മാരുടെ സെനഗോഗുകൾ, അതേപോലെ തന്നെ മസ്ജിദ്, ഇങ്ങനെയൊക്കെ രൂപപ്പെടുത്തുന്ന ചില ആളുകൾ കാണാൻ സാധിക്കും. അപ്പം ഏത് വഴിയിലൂടെ പോയാലും മതി ചെന്നെത്തുന്ന ഒരിടത്തേക്കാണ് എന്നുള്ള വളരെ അപകടം പിടിച്ചിരിക്കുന്ന വാദങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന ചില ആളുകളുണ്ട്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം അല്ലാത്ത അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ നിലനിൽക്കുന്ന വേറൊരു മതം, അത് ജൂതമതമാകട്ടെ നസ്വാറകളുടെ മതമാകട്ടെ ഉണ്ട് എന്നൊരാൾ വിശ്വസിച്ചാൽ അവനെന്തായി മാറി? കാഫിറായി മാറി എന്നുള്ളതാണ്. സുമ്മ ഇൻകാന അസ്ലുഹു മുസ്ലിം, അങ്ങനെ വാദിക്കുന്ന ഒരാൾ മുസ്ലിമാണ് എങ്കിൽ യുസ്തതാബ്, അവനോട് തൗബ ചെയ്യാൻ എന്ത് ചെയ്യണം? ആവശ്യപ്പെടണം. ഫഇൻ താബ, തൗബ ചെയ്താൽ അവനെ വിട്ടേക്കാം. വഇല്ല ഖുതില മുർത്തദൻ, അതല്ല തൗബ ചെയ്യാൻ സന്നദ്ധനല്ല എങ്കിൽ, അവിടെ മുസ്ലിമീങ്ങളുടെ ഭരണാധികാരി ഉണ്ടെങ്കിൽ ആ ഭരണാധികാരിയുടെ മേൽ എന്താണ്? അവൻ മുർത്തദാണ് എന്നുള്ളതിനാൽ എന്ത് ചെയ്യണം? ഭരണാധികാരി അവൻ്റെ മേൽ ഹദ്, നിയമ നടപടി സ്വീകരിക്കേണ്ടതാണ്, അവനെ കൊന്നുകളയേണ്ടതാണ്. ലിഅന്നഹു മുകദ്ദിബുൻ ലിൽ ഖുർആൻ, കാരണം അവൻ എന്ത് ചെയ്തിരിക്കുന്നു? ഖുർആനിനെ നിഷേധിച്ചവനാണ്, കളവാക്കിയവനാണ് എന്നുള്ളതാണ്. പരിശുദ്ധ ഹദീസിലും ഈ വിഷയം എന്ത് ചെയ്തിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി, അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്, മുഹമ്മദ് നബിയുടെ ആത്മാവ്, നഫ്സ് ഏതൊരുവന്റെ കയ്യിലാണോ അവൻ തന്നെ സത്യം. ലാ യസ്മഉ ബി അഹദും മിൻ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ നിന്ന് എന്റെ റിസാലത്തിനെ സംബന്ധിച്ച് ആരും തന്നെ കേൾക്കുന്നില്ല. ലാ യഹൂദിയുൻ വലാ നസ്റാനിയുൻ, ജൂതനാകട്ടെ നസ്വാറയാകട്ടെ. സുമ്മ യമൂതു വലം യുഅ്മിൻ ബില്ലദി ഉർസിൽതു ബി, എന്നിട്ട് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഈ സന്ദേശത്തിൽ വിശ്വസിക്കാതെ അവൻ മരണപ്പെട്ടാൽ ഇല്ലാ കാന മിൻ അസ്ഹാബിൻ നാർ, അവൻ നരകത്തിന്റെ അവകാശിയായിട്ടല്ലാതെ മരിക്കുന്നില്ല. എന്തായി മാറും? നരകത്തിൽ പ്രവേശിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അടുത്തതായി ഇമാം അവറുകൾ പറയുകയാണ്, വനറ അന്ന മൻ കഫറ ബിരിസാലത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലൻ നാസ് ജമീഅൻ ഫഖദ് കഫറ ബിജമീഇർ റുസുൽ, ആരെങ്കിലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിനെ, അത് മുഴു ലോകത്തേക്കുമുള്ള റിസാലത്താണ് എന്നുള്ളതിനെ നിഷേധിച്ചാൽ അവൻ എല്ലാ മുസ്ലിങ്ങളിലും എന്തായി മാറി? നിഷേധിച്ചവനായി മാറി. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു കഴിഞ്ഞ ദർസുകളിൽ, ഏതെങ്കിലും ഒരു കിതാബിനെ നിഷേധിച്ചാൽ മുഴുവൻ കിതാബുകളെ നിഷേധിച്ചതിന് തുല്യമാണ്. അതേപോലെ തന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിനെ ഒരാൾ നിഷേധിച്ചു, അല്ലെങ്കിൽ അത് മുഴുവൻ ജനങ്ങളിലേക്കുമുള്ള റിസാലത്താണ് എന്നൊരാൾ വിശ്വസിക്കുന്നില്ല, എന്നാൽ എന്ത് ചെയ്തു? അവൻ എല്ലാ മുസ്ലിങ്ങളെയും നിഷേധിച്ചതിന് തുല്യമായി. ഹത്താ ബിറസൂലിഹി അല്ലദീ യസ്ഉമു അന്നഹു മുഅ്മിനുൻ ബിഹി മുത്തബിഉല്ല, അവൻ വാദിക്കുകയാണ് ഞാൻ ഇന്ന റസൂലിൽ വിശ്വസിക്കുന്നവനാണ്, അവനെ പിന്തുടരുന്നവനാണ് എന്ന് വാദിക്കുന്നവനാണെങ്കിൽ പോലും ആ റസൂലിനെ അവൻ എന്ത് ചെയ്തിരിക്കുന്നു? ഒരാൾ പറയുകയാണ് ഞാൻ അമ്പിയാക്കളാകിലും വിശ്വസിക്കുന്നുണ്ട്, ഈസ അലൈഹിസ്സലാമിനെ ഞാൻ വിശ്വസിക്കുന്നു, അദ്ദേഹത്തെ പിന്തുടരുന്നു എന്ന് വാദിക്കുന്നുണ്ട്. എന്നാൽ മുഹമ്മദ് നബിയുടെ റിസാലത്തിൽ ഒരാൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്തു? ഈ ഈസ അലൈഹിസ്സലാമിന്റെ റിസാലത്തിനെയും അവൻ നിഷേധിച്ചവനായി മാറി എന്നുള്ളതാണ്. ലിഖൗലിഹി തആല, കാരണം അല്ലാഹു പറഞ്ഞു, കദ്ദബത് ഖൗമു നൂഹിനിൽ മുർസലീൻ, നൂഹ് അലൈഹിസ്സലാമിന്റെ സമൂഹം എന്ത് ചെയ്തു? മുർസലീങ്ങളെ കളവാക്കി. നൂഹ് അലൈഹിസ്സലാമിന്റെ സമൂഹം കണ്ടിരിക്കുന്ന റസൂൽ ആര് മാത്രമാണ്? നൂഹ് അലൈഹിസ്സലാം മാത്രമാണ്. അതിനു മുമ്പ് മുർസലീങ്ങൾ വന്നിട്ടില്ല. അപ്പോൾ നൂഹ് അലൈഹിസ്സലാമിനെ കളവാക്കിയപ്പോൾ ശേഷം വരാനുള്ള മുഴുവൻ മുസ്ലിങ്ങളെയും അവരെന്ത് ചെയ്തു? കളവാക്കി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഫജഅലഹും മുകദ്ദിബീന ലിജമീഇർ റുസുലി മഅ അന്നഹു ലം യസ്ബിഖ് നൂഹൻ റസൂലുൻ, നൂഹ് നബിക്ക് മുമ്പ് ഒരു റസൂലും വന്നിട്ടില്ല എങ്കിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വിശേഷിപ്പിച്ചത് എന്താണ്? മുഴുവൻ മുസ്ലിങ്ങളെയും അവരെന്ത് ചെയ്തിരിക്കുന്നു? നിഷേധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് മറ്റൊരു കാര്യം. വനുഅ്മിനു ബിഅന്നഹു ലാ നബിയ്യ ബഅദ മുഹമ്മദിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഇനി മറ്റൊരു നബി വരാനില്ല എന്ന് ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? വിശ്വസിക്കുന്നുണ്ട്. പല രീതിയിൽ പല സമൂഹങ്ങളിൽ വ്യാജമായി കൊണ്ട് നുബൂവത്ത് വാദിക്കുന്ന ധാരാളം ആളുകൾ വരും. എന്നാൽ
മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഇനി ഒരു നുബുവത്തില്ല എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. വമനിദ്ദഅ അൻ-നുബുവത ബഅദഹു, ആരെങ്കിലും അതിനുശേഷം ഒരു നുബുവത്തിന് വാദിച്ചാൽ, ഔ സദ്ദഖ മനിദ്ദഅഹ, അല്ലെങ്കിൽ അങ്ങനെ നുബുവത്ത് വാദിച്ചു കൊണ്ടുവരുന്ന ഒരാൾ എന്ത് ചെയ്യുന്നു, ഒരാൾ സത്യപ്പെടുത്തുന്നു, എന്നാൽ ഫഹുവ കാഫിറുൻ, അവനാരാണ്? കാഫിറാണ്. ലിഅന്നഹു മുകദ്ദിബുൻ ലിൽ കിതാബി വസുന്നത്തി വഇജ്മാഇൽ മുസ്ലിമീൻ, കാരണം അവൻ ഖുർആനിനെ കളവാക്കിയവനാണ്, സുന്നത്തിനെ കളവാക്കിയവനാണ്, മുസ്ലിമീങ്ങളുടെ ഇജ്മാ ആണ്. ഇനി എന്തില്ല, ഒരു നുബുവത്ത് വരാനില്ല എന്നുള്ള മുസ്ലിമീങ്ങളുടെ ഇജ്മാഇനെയും അവരെന്ത് ചെയ്തിരിക്കുന്നു, അവർ നിഷേധിച്ചിരിക്കുന്നു, കളവാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ പറഞ്ഞതിൻ്റെ ഒരു ആകത്തുക ചില ഉലമാക്കൾ ഈ വിഷയത്തിൽ ചില ഖായിദകൾ പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. അമ്പിയാക്കളിൽ വിശ്വസിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില തത്വങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ തത്വങ്ങൾ ഇത് മുഴുവനും ചൂഴ്ന്നു നിൽക്കുന്ന ചില തത്വങ്ങളാണ്. അതിൽ ഒന്നാമത്തേത് ദീനുർ റുസുലി വാഹിദുൻ വശറാഇഉഹു മുഖ്തലിഫ്. മുർസലീങ്ങളുടെ മുഴുവനും ദീൻ എന്താണ്? ഒരു ദീനാണ്. എന്നാൽ അവരുടെ ശരീഅത്തുകൾ എന്താണ്? മുഖ്തലിഫാണ്. വ്യത്യസ്തങ്ങളായ നിയമസംഹിതകൾ അള്ളാഹു അവർക്ക് ഓരോ കാലത്തിനും അനുയോജ്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, നൽകിയിട്ടുണ്ടാവും. എന്നാൽ അവരുടെ ഉസൂലുദ്ദീൻ, ദീനിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ അതെന്താണ്? അവരുടെ അഖീദ അതെന്ത് തന്നെയാണ്? ഒന്ന് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, ലികുല്ലിൻ, പരിശുദ്ധ ഖുർആൻ കാണാം, ലികുല്ലിൻ ജഅൽനാ മിൻകും ശിർഅതൻ വമിൻഹാജ. ഓരോ അമ്പിയാക്കന്മാർക്കും ഓരോ സമൂഹങ്ങൾക്കും എന്ത് ചെയ്തിട്ടുണ്ട്, അവരിൽ നിന്ന് ഓരോ സമൂഹങ്ങൾക്കും അവർക്ക് പ്രത്യേകമായ ശരീഅത്തിന്റെ നിയമങ്ങൾ നാം ചെയ്തിട്ടുണ്ട്, നിശ്ചയിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, അൽ അംബിയാഉ ഇഖ്വത്തുൻ ലിഅല്ലാത്തി, അംബിയാക്കൾ അല്ലാത്തിന്റെ സഹോദരന്മാരാണ്. അല്ലാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പുരുഷന്റെ കീഴിലുള്ള വ്യത്യസ്ത ഭാര്യമാർക്കാണ് അല്ലാത്ത് എന്ന് പറയുന്നത്. ആ ഭാര്യമാരിൽ വ്യത്യസ്ത മക്കളുണ്ടാകും. ഈ ഭാര്യമാരുടെ മക്കളെല്ലാം പരസ്പരം എന്താണ്? സഹോദരങ്ങളാണ്. അവരുടെ ഉപ്പ ആരാണ്? ഒരാളാണ്. എന്നാൽ ഉമ്മ ആരാണ്? വ്യത്യസ്തങ്ങളാണ്. അതിനാണ് അല്ലാത്തിന്റെ സഹോദരന്മാർ എന്ന് പറയുന്നത്. അപ്പോൾ അമ്പിയാക്കളെല്ലാവരും തന്നെ ഇതേപോലെയാണ് എന്ന് പറഞ്ഞാൽ അവരുടെ അഖീദ എന്തായിരിക്കും? ഒന്നായിരിക്കും. ദീനുഹും വാഹിദുൻ, അവരുടെ ദീൻ, അവരുടെ വിശ്വാസം, അത് അവരുടെ ആദർശം ഒന്നാണ്. ഉമ്മഹാത്തുഹും ശത്ത, എന്നാൽ അവരുടെ ഉമ്മഹാത്തുകൾ വ്യത്യസ്തങ്ങളായിരിക്കും. വ്യത്യസ്ത നിയമ സംഹിതകൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, അവർക്ക് നൽകിയിട്ടുണ്ടാവും. ഇതാണ് ഒന്നാമത്തെ ഖായിദ. രണ്ടാമത്തേത് കുല്ലു റസൂലിൻ നബിയ്യുൻ വല അക്സ്. രണ്ടാമത്തെ ഖായിദ അതാണ്, എല്ലാ റസൂലും ആരാണ്? നബിയാണ്. എന്നാൽ എല്ലാ നബിയും ആരല്ല? റസൂലാകണമെന്നില്ല. എല്ലാ റസൂലും, കാരണം റസൂലിൻ്റെ മർത്തബയ്ക്ക് താഴെയാണ് ആര്? നബി. സൂഫി ചിന്താഗതിക്കാരായ ചില ആളുകളുണ്ട്. സൂഫിയാക്കളിൽ ചിലർ പറയുന്നത് മനുഷ്യരിൽ ഏറ്റവും സ്ഥാനത്തിൽ ഉയർന്നു നിൽക്കുന്നവൻ, ഇബ്നു അറബി എന്ന് പറയുന്ന ഒരു സൂഫി, അദ്ദേഹം പറയുന്നുണ്ട് മനുഷ്യരിൽ ഏറ്റവും ദർജയിൽ ഉയർന്നു നിൽക്കുന്നവരാണ് വലിയകളാണ്. അതിനുശേഷം അതിൻ്റെ മേലെ നബിമാരാണ്. അതിൻ്റെ താഴെ ആരാണ്? നബിമാരാണ്. അതിൻ്റെയും താഴെയാണ് ആര്? മുർസലീങ്ങൾ എന്നാണ് ആര് പറയുന്നത്? ചില ത്വരീഖത്തിൻ്റെ സൂഫി ചിന്താഗതി ഉള്ളയാളുകൾ പറയും അഹ്ലു സുന്നയുടെ വിശ്വാസം അതല്ല. മുർസലീങ്ങളാണെന്ത്? ഏറ്റവും ഉന്നതമായ ദർജയിലുള്ളവർ. അതിന് താഴെയാണ് ആര്? അമ്പിയാക്കൾ. അതിനും താഴെയാണ് ബാക്കിയുള്ള വിശ്വാസികളായ ആളുകൾ വരുന്നത്. ഇവിടെ മുർസലീങ്ങൾ എല്ലാവരും തന്നെ ആരായിരിക്കും? നബിയായിരിക്കും. എന്നാൽ ഒരു നബി എന്താകണമെന്നില്ല? റസൂലാകണമെന്നില്ല. ഇനി എന്താണ് ഈ റസൂലും നബിയും തമ്മിലുള്ള വ്യത്യാസം? അതാണ് മൂന്നാമത്തെ ഖായിദ. മൻ ബുഇസ ലിഖൗമിൻ മുഖാലിഫീൻ ഫറസൂൽ. ഏതൊരു റസൂലിനെയാണ്, ഏതൊരാളെയാണോ മുഖാലിഫീങ്ങളായ സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെടുന്നത്, എന്നാൽ അവർ റസൂലാണ്. അതായത് അഖീദയിൽ നിന്ന് വ്യതിചലിച്ചതായ ഒരു വിഭാഗത്തിലേക്ക് ഒരാൾ നിയോഗിക്കപ്പെട്ടു. അവർ തൗഹീദില്ലാത്തവരാണ്. തൗഹീദിൽ നിന്ന് വ്യതിചലിച്ച ഒരു സമൂഹത്തിലേക്കാണ് ഒരാളെ അള്ളാഹു നിയോഗിക്കുന്നത് എങ്കിൽ അവരാരാണ്? റസൂലാണ്. നൂഹ് അലൈഹിസ്സലാമിനെ നിയോഗിച്ചു. ആരിലേക്കാണ് നിയോഗിച്ചത്? വദ്, സുവാഅ, യഊസ്, യഊഖ്, നസ്ർ പോലുള്ള സ്വാലിഹീങ്ങൾക്ക് ഇബാദത്ത് ചെയ്ത, അഖീദയിൽ നിന്ന് വ്യതിചലിച്ച, ശിർക്കിലകപ്പെട്ട ആളുകളിലേക്കാണ് നിയോഗിച്ചത്. അത് ആരാണ്? റസൂലാണ്. എന്നാൽ വമൻ ബുഇസ ലിഖൗമിൻ മുവാഫിഖീൻ ഫനബിയ്യുൻ. അഖീദയിൽ യോജിച്ച മുഖാലിഫീങ്ങളല്ല, അവർ തൗഹീദിൽ നിന്ന് പുറത്തു പോയിട്ടില്ല, ആദർശം വേറെയായി പോയിട്ടില്ല. അങ്ങനെയുള്ള ആളുകളിലേക്ക് അവരെ തർബിയത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നിയോഗിക്കപ്പെടുന്നവർ ആരാണ്? നബിയാണ്. ഈ വിഷയത്തിൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉലമാക്കൾക്കുണ്ട്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്
റാജിഹാണെന്ന് പറഞ്ഞിരിക്കുന്ന അഭിപ്രായമാണെന്ത് ഈ പറഞ്ഞത്. എന്താണ്? വാഫിഖീങ്ങളായ തൗഹീദിൽ യോജിച്ചിരിക്കുന്നതായ ഇസ്ലാമിൻ്റെ വൃത്തത്തിൽ നിന്ന് പുറത്തു പോകാത്ത സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെടുന്ന ആളുകൾ നബിമാരാണ്. അതല്ല അവർ മുഖാലിഫീങ്ങളാണ്, തൗഹീദിൽ നിന്നും മറ്റുമെല്ലാം വ്യതിചലിച്ചു പോയ ആളുകളാണ്, അവരിലേക്കാണ് നിയോഗിക്കപ്പെടുന്നതെങ്കിൽ അവരാരാണ്? റസൂലാണ് എന്നുള്ളത്. നാലാമത്തൊരു ഖായിദ, കുല്ലു മൻ കഫറ ബിനബിയ്യിൻ തബതത് റിസാലതുഹു ഫഖദ് കഫറ ബിഹിം ജമീഅ. നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന നിയമമാണ്. സ്ഥിരപ്പെട്ടിരിക്കുന്ന റിസാലത്ത്, ഒരാളുടെ റിസാലത്ത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്, അങ്ങനെയുള്ള ഒരു നബിയെ ഒരാൾ എന്ത് ചെയ്തു? കാഫിറാക്കിയാൽ അവൻ മുഴുവൻ നബിമാരെയും അമ്പിയാക്കളെയും മുസ്ലിങ്ങളെയൊക്കെ എന്ത് ചെയ്തു? കാഫിറാക്കിയതിന് തുല്യമാണ്. അതിൻ്റെ തെളിവ് നമ്മൾ സൂചിപ്പിച്ചതാണ്. മറ്റൊരു ഖായിദ, കുല്ലു ദഅവ അൻ-നുബുവ്വ ബഅദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫരിദ്ദത്തുൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം ആര് നുബുവത്തിനെ വാദിച്ചു കൊണ്ടുവരുന്നുവോ അത് റിദ്ദത്താണ്. അത് മുഖേന അവൻ എന്ത് ചെയ്യും? ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. നമ്മൾ സൂചിപ്പിച്ചതാണ്. മുസല്ലാസും പറഞ്ഞിട്ടുണ്ട്, ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതിന് മുമ്പേ എന്ത് ചെയ്യും? ഈ ഉമ്മത്തിൽ നിന്ന് ധാരാളം ആളുകൾ മുശ്രിക്കീങ്ങളിലേക്ക് ചേരും. ഏതുവരെ എന്നാൽ അവർ വിഗ്രഹങ്ങളെ വരെയും ഇബാദത്ത് ചെയ്യും. എന്നിട്ട് പറഞ്ഞു, വഇന്നഹു സയകൂനു ഫീ ഉമ്മത്തി 30 കദ്ദാബൂൻ. ഈ ഉമ്മത്തിൽ 30ഓളം വ്യാജന്മാരായ ആളുകൾ രംഗപ്രവേശനം ചെയ്യും. കുല്ലുഹും യസ്ഉമു അന്നഹു നബി. അവരെല്ലാം വാദിക്കുന്നത് എന്താണ്? ഞാൻ നബിയാണ് എന്നായിരിക്കും. വഅന ഖാതമുൻ നബിയ്യീന ലാ നബിയ്യ ബഅദി. ഞാനാണ് അവസാനം നിയോഗിക്കപ്പെട്ട നബി, എനിക്ക് ശേഷം എന്തില്ല? നബിയില്ല എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 30 പേരെയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ 30ലധികം ധാരാളക്കണക്കിന് വ്യാജ നബിമാർ ചെയ്തിട്ടുണ്ട്, രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. പിന്നെ 30 എണ്ണം പ്രത്യേകം പറയാൻ കാരണം ഉലമാക്കൾ പറയുന്നത് കാണാം, സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന, വലിയ ഫിത്നകൾ ഉണ്ടാക്കുന്ന 30 പേരെയാണ് ഇതുകൊണ്ട് എന്ത് ചെയ്യുന്നത്? ഉദ്ദേശിക്കുന്നത്. അതല്ലാത്തതുമായ ധാരാളക്കണക്കിന് പ്രവാചകത്വം വാദിക്കുന്ന ആളുകൾ എന്ത് ചെയ്യും? രംഗപ്രവേശനം. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരാൾ അതിനെ വാദിച്ചാൽ അവൻ എന്ത് ചെയ്തു? കാഫിർ, അവനിൽ കുഫ്ർ സംഭവിച്ചു. അവനെ ആരെങ്കിലും സത്യപ്പെടുത്തിയാൽ അവൻ എന്ത് ചെയ്തിരിക്കുന്നു? കാഫിറായിരിക്കുന്നു എന്നുള്ളതാണ്. ആറാമത്തെ ഒരു ഖായിദ, അൽ അംബിയ യതഫാദലൂന ബിഅതിബാരിൽ മൻസിലതി വറുതുബ ലാ ബിഅതിബാരിൽ ലിഅസ്ലിൽ ഈമാൻ. അംബിയാക്കൾ എന്താണ്? അവർക്ക് ചിലർക്ക് ചിലരേക്കാൾ ശ്രേഷ്ഠതയുണ്ടാകും, അവരുടെ സ്ഥാനവും മറ്റും പരിഗണിച്ചുകൊണ്ട്. എന്നാൽ അവരെ എല്ലാവരെയും ഒരേപോലെ വിശ്വസിക്കലെന്താണ്? നിർബന്ധമായ കാര്യമാണ്. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻ റുസുലിഹി. മുർസലീങ്ങളിൽ നിന്ന്, അള്ളാഹുവിൻ്റെ മുർസലീങ്ങളിൽ നിന്ന് ആരുടെയും ഇടയിൽ നാം വേർതിരിവ് കാണിക്കുകയില്ല എന്ന് പറഞ്ഞാൽ എന്താ? നാം അവരിൽ എല്ലാവരും ചെയ്യുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. മൂസ അലൈഹിസ്സലാമിനെ വരെയും ഞങ്ങൾ വിശ്വസിച്ചു, ഈസ അലൈഹിസ്സലാമിനെ വിശ്വസിക്കൂല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു? അമ്പിയാക്കളുടെ ഇടയിൽ വേർതിരിവ് കാണിച്ചവനായി മാറി. ഈസ അലൈഹിസ്സലാമിനെ വരെയും ഞങ്ങൾ വിശ്വസിക്കുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിസാലത്തെ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു? അവർ അതിനിടയിൽ വേർതിരിവ് കാണിച്ചവരാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്? ചില നബിമാർക്ക് ചിലരേക്കാൾ എന്ത് ചെയ്തിട്ടുണ്ട്? ശ്രേഷ്ഠത കൊടുത്തിട്ടുണ്ട്. തിൽക റുസുലു ഫദ്ദൽനാ ബഅദഹും അലാ ബഅദ്. ചില മുർസലീങ്ങൾ അവർക്ക് ചിലർക്ക് ചിലരേക്കാൾ നാം ചെയ്തു ശ്രേഷ്ഠത നൽകി എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. അപ്പോൾ മുർസലീങ്ങളിൽ നബിമാരേക്കാൾ ശ്രേഷ്ഠരാണ് മുർസലീങ്ങൾ. അവരിൽ ഉലുൽ അസ്മുണ്ട്. 5 പ്രധാനപ്പെട്ട നബിമാരുണ്ട്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, അതേപോലെ തന്നെ ഈസ അലൈഹിസ്സലാം, നൂഹ് അലൈഹിസ്സലാം. ഇങ്ങനെ 5 ഉലുൽ അസ്മുണ്ട്. അവരിൽ ഏറ്റവും പ്രധാനപ്പെട്ടവർ ആരാണ്? ഇബ്രാഹിം അലൈഹിസ്സലാം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുമാണ്. അതിലേറ്റവും ശ്രേഷ്ഠൻ ആരാണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുമാണ്. ഇത് വിശ്വസിക്കൽ എന്താണ്? നിർബന്ധമായ കാര്യമാണ്. ഇവിടെ ഉലമാക്കൾ വിശദീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ചില ആളുകൾ എന്ത് ചെയ്യും? ആളുകളുമായിട്ടുള്ള സംസാരത്തിനിടയിൽ മറ്റ് ഏതെങ്കിലും നബിമാരെ പിന്തുടരുന്ന ആളുകളുടെ ഇടയിൽ അവരുമായി സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇത് എടുത്തു പറയുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. അതായത് നിങ്ങളുടെ നബിയേക്കാൾ ശ്രേഷ്ഠനാണ് ഞങ്ങളുടെ നബി എന്ന് പറയുന്നത് അവരിൽ വെറുപ്പും അതേപോലെ തന്നെ വിദ്വേഷവും ചിലപ്പോൾ സംഘടനകൾ വരെയും ഉണ്ടാകാൻ എന്ത് ചെയ്തേക്കും? കാരണമായേക്കും. അതുകൊണ്ട് എന്ത് ചെയ്യേണ്ടതില്ല? അങ്ങനെ അവരുമായുള്ള സംഭാഷണത്തിനിടയിൽ ഇത് പറയൽ പാടില്ല എന്ന് ഉലമാക്കൾ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ അത് വിശ്വസിക്കൽ എന്ത് തന്നെയാണ്?
നിർബന്ധവുമായ കാര്യമാണ്. മുഹമ്മദ് സല്ലല്ലാഹു അമ്പിയാക്കന്മാരിൽ ചിലർക്ക് ചിലരേക്കാൾ അല്ലാഹു ചെയ്തിട്ടുണ്ട്, ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കണം, നിർബന്ധമാണ്. അവരിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠനായവൻ ആര് തന്നെയാണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്നും വിശ്വസിക്കൽ നിർബന്ധമാണ്. പക്ഷേ മറ്റുള്ള അമ്പിയാക്കന്മാർ പിന്തുടർന്ന് ജീവിക്കുന്നവർ എന്ന് പറയുന്ന ആളുകളുമായിട്ടുള്ള അവരുടെ സംഭാഷണത്തിനിടയിൽ അത് പറയൽ ഇതില്ല, നല്ലതല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നൊരു ഹദീസ് സ്ഥിരപ്പെട്ടിട്ടുണ്ട്, ഞാൻ യൂനുസ് ബിൻ മത്തയേക്കാൾ ഖൈറാണ് എന്ന് പറയാവതല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇതിനെ വിശദീകരിക്കുന്നിടത്ത് ഉലമാക്കൾ പറയുന്നതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൂനുസ് അലൈഹി ഇസ്ലാമിനേക്കാൾ എന്ത് തന്നെയാണ്? ശ്രേഷ്ഠം തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷെ അത് മറ്റൊരു വിഭാഗവുമായിട്ടുള്ള സംഭാഷണത്തിനിടയിൽ പറഞ്ഞാൽ ചിലപ്പോൾ ഇതിന് ഇടയൊക്കെ അവർക്ക് ശത്രുതയുണ്ടാകാനും അവർ ഇങ്ങോട്ട് അടുത്തു വരുന്നതിന് പകരം ശത്രുതയുണ്ടാകാനും അതേപോലെ തന്നെ ചില സംഘടനകളിലേക്കും കാരണമായേക്കാം. അതുകൊണ്ട് സംഭാഷണങ്ങൾക്കിടയിൽ അത് പറയേണ്ടതില്ല. എന്നാൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? അത് വിശ്വസിക്കലും മുഅ്മിനീങ്ങൾ പരസ്പരം അവരെ പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് എന്താണ്? നിർബന്ധമാണ്. ഇതാണ് ഈ വിഷയത്തിൽ ക്രോഡീകരിക്കപ്പെട്ടിരിക്കുന്ന 6 ഖായിദകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ യഥാവിധം പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. അപ്പോൾ മുർസലീങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് നമ്മൾ സംസാരിച്ചത്. വേറെയും ധാരാളം വിഷയങ്ങൾ ഈ വിഷയത്തിൽ ഉലമാക്കൾ ക്രോഡീകരിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുമുണ്ട്. ഏറ്റവും പ്രാഥമികമായ ചില കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഏറ്റവും പ്രബലമായ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആദ്യം വായിച്ച മത്തിനിൽ പറഞ്ഞതുപോലെ അവർ കൊണ്ടുവന്നിരിക്കുന്ന ശരീഅത്തിനെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക എന്നുള്ളത്, പ്രാവർത്തികമാക്കുക എന്നുള്ളത് വളരെ പ്രമുഖമായ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മിലേക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ശരീഅത്ത്, അതിനെ പൂർണ്ണാർത്ഥത്തിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? പിന്തുടരേണ്ടതുണ്ട്. പിന്തുടരുന്നതിലാണ് എന്ത് പ്രധാനം? അത് പഠിക്കുക, മനസ്സിലാക്കുക, ഇത് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുക? അവരുടെ സുന്നത്തുകളും അവരുടെ അധ്യാപനങ്ങളും എല്ലാം പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കലും അനിവാര്യമാണ്. ഇൽമ നേടുന്നു, ഇതിനോടുകൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? അത് പ്രാവർത്തികമാക്കാൻ സാധിക്കേണ്ടതുണ്ട്. അതല്ല എങ്കിൽ ഇൽമിൽ ഒന്നുണ്ടാവുകയില്ല, പ്രകാശമുണ്ടാവുകയില്ല. ഇൽമിൻ്റെ പ്രകാശം എന്ത് തന്നെയാണ്? അത് അമലാക്കുക എന്നുള്ളതിലാണ്. അത് അമലാക്കുന്നില്ല എങ്കിൽ പ്രകാശമറ്റ ഒന്നായിരിക്കും എന്ത്? ഇൽമ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമി യഥാവിധം പഠിക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനും മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി ജീവിക്കാൻ നല്ല തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.